ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ ആസ്തിക്യത്തെക്കുറിച്ചോ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിൽ സംശയമുള്ള ആരും ഇവിടെ ഇരിക്കുന്നില്ല എന്നെനിക്കറിയാം. അതേസമയം ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിന് തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് കണ്ടില്ല എന്നടിച്ച് ഒഴിഞ്ഞു പോവാം, ഇല്ലെങ്കിൽ ഇത് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ്, വേറെ ചില ആൾക്കാർക്ക് ഉത്തരം അറിയാം എന്ന മട്ടിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന നിലയിലുള്ള തൃപ്തികരമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാനായിട്ട് ഒരു ചെറിയ തോതിലെങ്കിലും ശ്രമിക്കാം. അപ്പോൾ ഇത് അതിനു വേണ്ടിയുള്ളൊരു ശ്രമമാണ്. നമ്മൾക്ക് പറ്റാവുന്ന നിലയിലുള്ള ഉത്തരങ്ങൾ ഈ ചോദ്യത്തിന് നൽകാനായിട്ട് എന്ത് സാധിക്കും എന്നുള്ള കാര്യം, അതിനാദ്യം വേണ്ടത് നമുക്ക് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലല്ലേ നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട്, ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ 4 പടക്കുതിരകൾ. അവരെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഈ ആളുകൾ ആണ് ഇന്ന് ഒരുപക്ഷെ ലോകത്തിൻ്റെ ഈ ചിന്തകളെ ഇത്രമാത്രം പിടിച്ച് കുലുക്കുന്ന ആളുകളായിട്ട് നിൽക്കുന്നത്. ഇവരുടെ പുസ്തകങ്ങൾ വളരെ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. വലിയ സാന്നിധ്യം ഇവർ പല മേഖലകളിൽ അറിയിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ ആളുകളുടെ സ്വാധീനം നമ്മുടെ എല്ലാം ക്യാമ്പസുകളിലുണ്ട്, കോളേജുകളിലുണ്ട്, ആളുകളുടെ ചിന്തകളിലുണ്ട്. ഇന്ന് വരുന്ന മിക്കവാറും എഴുത്തുകളിലും ഒക്കെ ഇവരുടെ സാന്നിധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകളെ ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ബസ്. ആ ബസ്സിലാണ് അദ്ദേഹം പ്രോബബ്ലി ദെർ ഇസ് നോ ഗോഡ് എന്നുള്ള ആ ബോർഡും വെച്ച് ലണ്ടനിലൂടെ ഓടിപ്പിച്ച ബസ്സാണത്. ഇങ്ങനത്തെ കുറേ ബസ്സുകളുണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഇവർ പറയുന്നത് ശാസ്ത്രമല്ല, അതിനെ സയൻറ്റിസം എന്നാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ശാസ്ത്രത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ ധരിച്ചുകൊണ്ട് അവർ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഈ കാര്യം അവരുടെ ഒരു ലോകവീക്ഷണമാണ്. ആ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ശാസ്ത്രവും മതവും തമ്മിലല്ല. അങ്ങനെയാണ് അവർ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശാസ്ത്രവും മതവും തമ്മിൽ ഒരു കാലത്തും യോജിക്കുന്നില്ല എന്ന് പറയും. പ്രത്യേകിച്ച് അതിന് ചില ചരിത്രത്തിൽ നിന്നുള്ള ചില തെളിവുകളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിക്കും. പണ്ട് സംഭവിച്ച ചില അബദ്ധങ്ങൾ, പ്രത്യേകിച്ച് ഗലീലിയുടെ കാര്യത്തിലൊക്കെ സംഭവിച്ച, കത്തോലിക്ക സഭയ്ക്ക് സംഭവിച്ച ചില അബദ്ധങ്ങൾ ഒക്കെ എടുത്തിട്ട് ശാസ്ത്രം എക്കാലത്തും മതത്തിന് എതിരാണ്, അല്ലെങ്കിൽ മതം എക്കാലത്തും ശാസ്ത്രത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ മതമാണ് എല്ലാ ശാസ്ത്രീയ പുരോഗതിയുടെ തടസ്സത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്നും ഒക്കെ അവർ അവതരിപ്പിക്കും. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇതാണ്, ഈ ഫൈറ്റ് നടക്കുന്നത് ശാസ്ത്രവും മതവും തമ്മിലല്ല, 2 ലോകവീക്ഷണങ്ങൾ തമ്മിലാണ്. 2 ലോകവീക്ഷണങ്ങൾ തമ്മിലാണ്. അപ്പോൾ ഈ 2 ലോകവീക്ഷണങ്ങൾ ഏറ്റുമുട്ടുന്ന ഒരു രംഗമാണിത്. പക്ഷെ അവരതിനെ ലോകവീക്ഷണം എന്ന് പറയില്ല, അവരതിനെ ശാസ്ത്രമെന്ന് പറയും. നമ്മൾ പറയുന്നത് ഇത് ശാസ്ത്രത്തിൻ്റെ പേരിലുള്ള അവരുടെ ലോകവീക്ഷണമാണ്. നമ്മുടെ ലോകവീക്ഷണവും അവരുടെ ലോകവീക്ഷണവും തമ്മിലാണ് ഏറ്റുമുട്ടൽ. അപ്പോൾ എന്താണ് ഈ ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വേൾഡ് വ്യൂ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളും തെളിവുകളും വസ്തുതകളും ഒക്കെ വെച്ച് നമ്മൾ കാര്യങ്ങളെ കാണുന്ന നിലയാണ് ലോകവീക്ഷണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുന്നു, ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് നമ്മൾ നോക്കുന്നു, ഇതിന് നടന്ന ചരിത്ര സംഭവങ്ങളിലേക്ക് നോക്കുന്നു, ഇതുവരെ നടന്ന കുറേ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് നോക്കുന്നു. എന്നിട്ട് നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും എന്താണ് നമ്മൾ പറയുന്നത്, എന്ത് കാഴ്ചപ്പാടിൽ അതിനെ കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് ലോകവീക്ഷണം എന്ന് പറയുന്നത്. എന്ത് കാര്യത്തെക്കുറിച്ചും ലോകവീക്ഷണമുണ്ട്. നമുക്ക് ഈ ലോകവീക്ഷണം എന്ന് പറയുന്നത് ഈ കുറേ പണിയില്ലാത്ത ആളുകളുടെ, വേറെ പണിയില്ലാത്ത ആളുകളുടെ ചിന്തയായിട്ട് ഇരിക്കുന്നൊരു കാര്യമല്ല. എല്ലാ ആളുകൾക്കും, കൊച്ചു കുട്ടികൾക്ക് തുടങ്ങി പ്രായമുള്ള ആളുകൾക്ക് വരെ ലോകവീക്ഷണമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പത്രത്തിൽ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊരു ലോകവീക്ഷണമാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇംപ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിച്ച ഒരാളുടെ ഫോട്ടോ കാണുമ്പോൾ തുടങ്ങി ഇതൊക്കെ ഇനി സഭയിലും വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേറെ ലോകവീക്ഷണം നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കമൻറ്റുകളൊക്കെ ഈ ലോകവീക്ഷണത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളെ
ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആ ധാരണകളാണ് ലോകവീക്ഷണം എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് പറയുന്നു, മനുഷ്യരെക്കുറിച്ച് എന്ത് പറയുന്നു, മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എന്ത് പറയുന്നു, ഈ ലോകത്തിൽ നടക്കുന്ന ധാർമ്മിക പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു, ഈ കാര്യങ്ങളാണ് ലോകവീക്ഷണമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ അവരുടെ ലോകവീക്ഷണം പറയും, നമ്മൾ നമ്മുടെ ലോകവീക്ഷണം പറയും. അവർ ശാസ്ത്രം പറയുന്നു, നമ്മൾ മതം പറയുന്നു എന്നല്ല പറയേണ്ടത്. അവരും നമ്മളും ലോകവീക്ഷണമാണ് പറയുന്നത്. ദൈവത്തെ ഒഴിവാക്കിയുള്ള നാച്ചുറലിസ്റ്റിക് സോ കോൾഡ് സയൻറ്റിഫിക് വ്യൂ ഓഫ് ലൈഫ് ആണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ദൈവത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ദൈവ ചിന്തയിൽ, ദൈവ ആസ്തിക്യത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണമാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് അതിൽ നല്ലത് എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഏതാണ് ശാസ്ത്രത്തിൻ്റെ പിൻബലം ഉള്ളത്, ഏതിനാണ് തെളിവുകളുടെ ശക്തി ഉള്ളത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചുകൊള്ളുക. അവർ പറയുന്നത് ശാസ്ത്രവും നമ്മൾ പറയുന്നത് മതവുമാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ അല്പം പോലും അംഗീകരിക്കേണ്ട കാര്യമില്ല. അവർക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവർക്ക് ലഭ്യമായിട്ടുള്ള പ്രൂഫുകൾ തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ടൊരു പ്രൂഫും നമുക്ക് ലഭ്യമല്ലാത്തൊരു പ്രൂഫും അവരുടെ കയ്യിലില്ല. നമുക്കും അവർക്കും ഒരുപോലെയാണ് തെളിവുകളുള്ളത്. ഈ തെളിവുകളെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, ആ തെളിവുകളെ ഉപയോഗിച്ച് നമ്മൾ വസ്തുതകൾക്ക് എന്ത് വ്യാഖ്യാനം നൽകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ വളരെ സാധാരണ നിലയിൽ കേട്ടുള്ള ചോദ്യം പലതുമുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം പറഞ്ഞാൽ, എന്തുകൊണ്ട് രോഗങ്ങൾ വരുന്നു, എന്തുകൊണ്ട് ആളുകൾ സഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് ആളുകൾ കഷ്ടം അനുഭവിക്കുന്നു? വലിയൊരു ചോദ്യമല്ലേ? അപ്പോൾ ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഉള്ളതിന് കാരണം എന്താണ്? അപ്പം നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ദൈവം സ്നേഹവാനാണ്, നിങ്ങളുടെ ദൈവം സർവശക്തനാണ്, നിങ്ങളുടെ ദൈവം എല്ലാത്തിനും മേൽ നിയന്ത്രണമുള്ളവനാണ്. എന്നിട്ട് എന്തുകൊണ്ട് കുറേ പേര് സഫർ ചെയ്യുന്നു? വലിയൊരു ചോദ്യമല്ലേ? ഈ ചോദ്യം നിസ്സാര ചോദ്യമല്ല, ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിച്ച ചോദ്യമാണ്. ഒരുപാട് ആളുകളുടെ വിശ്വാസം പോലും നഷ്ടപ്പെടാൻ സാധ്യതയാക്കിയ ചോദ്യമാണ്. ഇതിനെ ഉത്തരം നൽകാനായിട്ട് പറ്റാത്തത് കൊണ്ട് പല ആളുകളും ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞു പോയ ആളുകളുണ്ട്. ആ ചോദ്യം വളരെ ശക്തമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇത് നമുക്ക് ഒരു ഫിലോസഫിക്കലായിട്ട് ചോദിക്കാം. നമ്മുടെ സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോഴോ അതിന് വേറൊരു ചിത്രമാണ്. നമുക്ക് തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ ഒരു സങ്കടവും ഒരു സഹനവും വരുമ്പോൾ അതിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വേറൊരു കളറാണ്. അപ്പോൾ വളരെ ധാർമ്മിക രോഷത്തോടുകൂടി ചോദിക്കും, അല്ലേ? നമുക്ക് പഴയ നിയമത്തിന് വളരെ വ്യക്തമായ ചിത്രമുണ്ട്, ഇയ്യോബിൻ്റെ ചിത്രമുണ്ട്. ഇയ്യോബ് അങ്ങനെ സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ അങ്ങനെ കടന്നുപോയ അനുഭവമുണ്ട്. ആ സമയത്ത് ഇയ്യോബിന് വലിയ ധൈര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദൈവത്തോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. അപ്പോൾ ഇയ്യോബിൻ്റെ അനുഭവം അത്ര തീക്ഷ്ണമായിരുന്നു. വേറൊരു എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഈ കഥ, ഇയ്യോബിൻ്റെ കഥ സ്വന്തം മകളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മകളോട് ഇയ്യോബിൻ്റെ കഥ പറയുകയാണ്. അപ്പോൾ ഇയ്യോബ് ഇങ്ങനെ ജീവിച്ചിരുന്നു, ദൈവത്തിന് മുമ്പിൽ വളരെ സ്വീകരിക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി, അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വക്കീലാണ്. അപ്പം മകള് ചോദിച്ചു, എന്നിട്ട് എന്താണ് പപ്പ ദൈവത്തിനെതിരെ കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു ഇയ്യോബിന് ദൈവത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും ആർക്കെങ്കിലും ദൈവത്തിനെതിരെ കേസ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇയ്യോബിനായിരുന്നു. അപ്പോൾ ഇയ്യോബ് അങ്ങനെ ചിന്തിച്ചത്, എനിക്ക് ദൈവത്തോട് ചില കാര്യം ചോദിക്കാനുണ്ട്, സർവശക്തൻ എൻ്റെ അടുത്ത് വരട്ടെ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ? അത് ശക്തമായ ചോദ്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഈ പ്രത്യേക അവസ്ഥയ്ക്കും സഹനത്തിനും ആരാണ് ഉത്തരവാദി? ഞാൻ എൻ്റെ അറിവിൽ തെറ്റ് ചെയ്തിട്ടില്ല. ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ, ഇവരൊക്കെ എൻ്റെ പേരിൽ ഉന്നയിക്കുന്ന പോലുള്ള തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കതിനൊരു ബോധ്യവുമില്ല. പക്ഷേ എന്തുകൊണ്ട് ഞാൻ സഹിക്കുന്നു? അപ്പോൾ വളരെ ശക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരമാണ് അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണം. ഈ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ 3-4 കൂട്ടുകാർ നൽകിയ ഉത്തരം അവരുടെ ലോകവീക്ഷണമാണ്. ഈ ചോദ്യത്തിന് നിരീശ്വരവാദികൾ നൽകുന്ന ഉത്തരം അവരുടെ ലോകവീക്ഷണമാണ്. അപ്പോൾ നിരീശ്വരവാദികൾ, ഇപ്പോൾ സാം ഹാരിസിനെ പോലെ ആളുകൾ പറയും, ദൈവം ക്രൂരനാണ്, ദൈവം മനസാക്ഷി ഇല്ലാത്തവനാണ്, ദൈവം അലിവില്ലാത്തവനാണ്, ദൈവം നിഷ്ഠൂരനാണ് എന്ന് പറയും. അതുകൊണ്ടാണ് ചെയ്തതെന്ന് പറയും. ഗോഡ് ദ മോറൽ മോൺസ്റ്റർ എന്ന് പറയുന്നത് എഴുതിയതാരെ? പോൾ കോപ്പന അല്ലേ? പോൾ കോപ്പനല്ലേ എഴുതിയ? അദ്ദേഹം അനുകൂലമായിട്ട് എഴുതി കേട്ടോ. അപ്പോൾ ഒരു മോറൽ മോൺസ്റ്ററായിട്ട് ദൈവത്തെ, ഒരു ദുഷ്ടനായിട്ട്, മഹാദുഷ്ടനും നിഷ്ഠൂരനുമായ ആളായിട്ട് ദൈവത്തെ ചിത്രീകരിക്കുന്ന നിരവധി പേരുണ്ട് ഈ ഒറ്റ തെളിവ് വെച്ചിട്ട്. അപ്പോൾ അത് അവരുടെ ലോകവീക്ഷണമാണ്. അപ്പോൾ നമുക്കെന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്?
ചിലപ്പോൾ തോന്നുമല്ലേ, പണ്ടൊരു സൗരം പറഞ്ഞ പോലെ ചില സമയത്ത് ദൈവം ഒരു വകയാ എന്ന് പറയില്ലേ. കാരണം ഇത് നമുക്ക് ഉത്തരവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളും കുടുങ്ങു പോകും. അപ്പോൾ ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ഉത്തരവില്ല. അപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ കുറേ കാര്യം നന്നായിരുന്നു അല്ലേ. ഈ ലോകത്തിൽ ഇത്ര വലിയ സഹനങ്ങളില്ലായിരുന്നെങ്കിൽ, ലോകത്തിൽ ഇത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ, എല്ലാവരും നല്ല രീതിയിൽ പോകുമായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ദുഷ്ടന്മാരെ സഹിച്ചാലും കുഴപ്പമില്ല, ഈ നമ്മുടെ മുമ്പിൽ നല്ലവരെന്ന് തോന്നിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് യോബിനെ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളൊക്കെ സഹിക്കുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതെ വരുമ്പോൾ നമ്മളും ഇതേപോലെ അല്പമെങ്കിലും പിന്നെ ദൈവത്തെക്കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് കരുതി നമ്മൾ ദൈവത്തെ അങ്ങനെ വെള്ളപൂശാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് ഇതിന് നല്ലൊരു ഉത്തരം കൊടുക്കാനില്ല. അവിടെ എന്താണ് ചലഞ്ച് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോകവീക്ഷണമാണ് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. അവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം നമ്മുടെ ലോകവീക്ഷണത്തിനെതിരായ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഉത്തരം വേണം, അതിന് ഉത്തരം കിട്ടിയേ തീരൂ. അപ്പോൾ ദൈവം യോബിന് ഉത്തരം കൊടുത്തു. അതിപ്പോഴും നമുക്കും മനസ്സിലാവാത്തൊരു ഉത്തരമാണ്. അത് വളരെ എന്താ പറയുക, ഒരു വിചിത്രമായ ഉത്തരമാണ് ദൈവം യോബിന് കൊടുത്തത്. ആ ഉത്തരം അതിലുണ്ട്, ഉത്തരവില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവം യോബിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ലോകവീക്ഷണമാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ ലോകവീക്ഷണമാണ് പറയുന്നത്. അല്ലാതെ അവർ ശാസ്ത്രത്തിൻ്റെ മുഴുവൻ വക്താക്കളായി നിന്നുകൊണ്ട്, അവർ ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അവർ ശാസ്ത്രീയ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ വെറും പഴംപുരാണവും ആചാരങ്ങളും പുരാണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടേണ്ട. ഈ ലോകത്തെക്കുറിച്ച് അവരുടെ മുമ്പിലുള്ളതും നമ്മുടെ മുമ്പിലുള്ളതും ഒരേ വസ്തുതകളാണ്. മനുഷ്യരെക്കുറിച്ചുള്ള വസ്തുതകൾ ഒന്ന് തന്നെയാണ്, ചരിത്രത്തെക്കുറിച്ചുള്ള വസ്തുതകൾ ഒന്ന് തന്നെയാണ്. ഇതിന് നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഇതിന് വ്യാഖ്യാനം നൽകുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ദൈവനിരാസ മതവീക്ഷണവും അതേപോലെ തന്നെ ദൈവാധിഷ്ഠിത ലോകവീക്ഷണവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ നടക്കുന്നത്. അത് അവരുടെ വേൾഡ് വ്യൂകൾ തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലോകവീക്ഷണം അവർ പറയുമ്പോഴേ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ദൈവവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന കാര്യം ഒരു മതപരമായിട്ടുള്ള ആശയമായിട്ടാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. മതപരമായിട്ടുള്ള ആശയമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത് മതമാണ്, നമുക്കറിയാമല്ലോ. വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യം വേണ്ട എന്നാണല്ലേ, അതിനെക്കുറിച്ച് പിന്നെ ചോദിക്കണ്ട, അതെൻ്റെ വിശ്വാസമാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ നമ്മുടെ ഗീവർഗീസ് പുണ്യാളൻ എന്നൊരാൾ ചരിത്രത്തിലില്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ, അവസാനം കണ്ടെത്തി. സെൻറ്റ് ജോർജ് പുള്ളി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞേ, അവസാനം കണ്ടെത്തി. പക്ഷെ അപ്പം എന്നാൽ പിന്നെ ഇതൊക്കെ മാറ്റണ്ടേ, ഈ സെൻറ്റ് ജോർജിൻ്റെ പേര്. അപ്പോൾ സെൻറ്റ് ജോർജ് ഇല്ലാതെയായി, ഗീവർഗീസ് ഇല്ലാതെയായി, അങ്ങനെ ഒരാൾ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? സെൻറ്റ് ജോർജിൻ്റെ പള്ളികളൊക്കെ മാറ്റണ്ടേ, അദ്ദേഹത്തിൻ്റെ ഇത് മാറ്റണ്ടേ. പിന്നെ താഴെയാണെങ്കിൽ പാമ്പ് ഉരുപ്പുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവസാനം അവർ പറഞ്ഞു, വിശ്വാസമായി തുടരട്ടെ. അദ്ദേഹം ജീവിച്ചിരുന്നോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല, ആളുകളുടെ വിശ്വാസമായി തുടരട്ടെ എന്നാണ് നമ്മുടെ എന്താ പറയുക വളരെ മഹാന്മാരായിട്ടുള്ള ആളുകൾ, കത്തോലിക്ക സഭയുടെ ഉന്നതരായിട്ടുള്ള ആളുകൾ തീരുമാനമാണത്. അപ്പോൾ അതാണ് എൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ആള് ജീവിച്ചിരുന്നോ, പാമ്പിനെ കൊന്നോ, പാമ്പല്ല കേട്ടോ, ഇത് മറ്റേ സാധനം വ്യാളിയാണ്, അതിനെ കൊന്നോ എന്നുള്ള കാര്യമൊന്നും പ്രശ്നമല്ല. ആളുകൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് സത്യമായി ഇരുന്നോളട്ടെ എന്നാണ്. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് പൊതുവെ പറയുമ്പോൾ ഉള്ള ചിത്രം അതാണ്. ഒരു തെളിവും വേണ്ട, ചരിത്രവും വേണ്ട, ഒരു വസ്തുതകളും വേണ്ട, എന്തും വിശ്വസിക്കാം എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് നമ്മുടെ വിശ്വാസം കേവലം ഒരു മതചിന്തയാണ് എന്ന് പറയുന്നത്. അത് അവരുടെ ആദ്യത്തെ തെറ്റാണ്. അവർ വരുത്തുന്ന അടിസ്ഥാനപരമായ തെറ്റുകളിൽ ഒരു തെറ്റ് അതാണ്. 2, വിശ്വാസത്തിന് തെളിവുകൾ ആവശ്യമില്ലെന്നും തെളിവുകളുടെ അഭാവത്തിലുള്ള അന്ധമായ നിലപാടുകളാണ് വിശ്വാസമെന്നും അവർ പറയുന്നു. അപ്പോൾ ഒന്ന്, മതപരമായിട്ടുള്ള ഒരു ആശയം മാത്രമാണ് വിശ്വാസം എന്നുള്ള കാര്യം. 2, തെളിവുകൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത ഒരു മേഖലയാണ് വിശ്വാസത്തിൻ്റെ മേഖല എന്നുള്ള 2 അടിസ്ഥാനപരമായ തെറ്റുകളാണ് അവർ ഈ നിലപാടെടുക്കുമ്പോൾ വരുത്തുന്നത്. അപ്പം നമുക്ക് അതിന് ഉത്തരം പറയാനുള്ളത് ഇതിങ്ങനെയാണ്. ഇവർ പറയുന്ന ഈ നാസ്തിക ചിന്തയും ദൈവമല്ല ഇതൊക്കെ പരിണമിച്ചുണ്ടായതാണെന്നും ഇത് തുടങ്ങിയത് ഈ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ബിഗ് ബാങ്ങിലാണെന്നും അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരു സർവാധിശായിയായിട്ടുള്ള ഒരു ദൈവമില്ല, നമ്മെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള മറ്റ് ഒന്നുമില്ല, മനുഷ്യൻ്റെ മൊറാലിറ്റിക്ക് ദൈവത്തിൻ്റെ ദാനമായിട്ടുള്ള ധാർമ്മികത ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന ആ ചിന്തയും ഇതുപോലെ തന്നെ ഒരു വിശ്വാസമാണ്. കാരണം ഈ കാര്യങ്ങളൊന്നും അവർക്കും തെളിയിക്കാൻ പറ്റുന്ന വസ്തുതകളല്ല. അവർക്കും തെളിവുകൾ നിരത്താനായിട്ട് അവരുടേതായിട്ടുള്ള തെളിവുകൾ, അവരുടെ സോക്കോൾഡ് തെളിവുകൾ ഒന്നും നിരത്താൻ പറ്റാത്ത മേഖല തന്നെയാണത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ ഈ ശാസ്ത്രത്തിൻ്റെ അടിത്തറ ലോജിക്കാണ്. നമ്മൾ പറഞ്ഞു ലോജിക്ക് സയൻസ് അല്ല താനും, ലോജിക്ക് തത്വശാസ്ത്രമാണ്. ലോജിക്കിൻ്റെ പുറത്താണ് സയൻസ് ഇരിക്കുന്നത്, മാത്തമാറ്റിക്സിൻ്റെ പുറത്താണ് സയൻസ് ഇരിക്കുന്നത്. ഈ കാര്യങ്ങൾ നാച്ചുറൽ ലോസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അതൊന്നും അവരുണ്ടാക്കിയ കാര്യങ്ങളല്ല. അതൊന്നും നമുക്ക് വേറെ മാറ്റാനോ തിരുത്താനോ ഒന്നും പറ്റാത്ത കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ വിശ്വാസം തന്നെയാണ്. അത് വിശ്വസിക്കാനേ പറ്റുകയുള്ളൂ. അതിന് വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റുകയില്ല. ഇപ്പോൾ നമ്മൾ ഈ ഭൂമിയുടെ ഒരു ഇൻ്റലിജിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭൂമിക്ക് ഈ ഭൂമിയെയും പ്രപഞ്ചത്തേക്ക് നോക്കുമ്പോഴേ ഇത് ദാറ്റ് മേക്സ് സെൻസ് എന്ന് പറയും അല്ലേ, ഒരു അർത്ഥമുണ്ട്, ഇതിനെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഇതെല്ലാം നോൺസെൻസ് അല്ലല്ലോ. ഒരു ഇൻ്റലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ കണ്ടെത്താൻ പറ്റുന്ന, ഇതിങ്ങനെയാണെങ്കിൽ അതെന്ത് ഇങ്ങനെയാണെന്നും ഇപ്പം ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കും എന്നൊക്കെ പറയുന്ന ഒരു കണക്ഷനും ബന്ധങ്ങളും ഒരു ലോജിക്കൽ സീക്വൻസിങ് ഒക്കെ ഈ ഭൂമിക്കുണ്ട്. അപ്പോൾ അത് ശാസ്ത്രമല്ല, അത് ലോജിക്കും കണ്ടെത്തലുകളും വിശ്വാസവുമാണ്. അങ്ങനെ ആളുകൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഇതില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് കുറച്ചുകൂടെ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, ഈ മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, അവരുടെ താല്പര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ, ഈ ഭൂമിയെ ഭരിച്ച സാമ്രാജ്യങ്ങളെ നോക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിന് ഒരു അർത്ഥവുമില്ലാതെ വെറുതെ ഇങ്ങനെ കുറേ ആളുകൾ വരികയും പോവുകയും ചെയ്തതല്ല എന്ന് നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മളോട് പറയുന്നുണ്ട്. നമുക്കെല്ലാം നമ്മുടേതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ആഗ്രഹങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടെ അപ്പുറത്തേക്കുള്ള പലതിനെക്കുറിച്ചും പറയാനായിട്ടുണ്ട്. അപ്പോൾ കേവലം വ്യക്തിനിഷ്ഠമായിട്ടുള്ള ചില ചിന്തകളുടെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഈ അവർ പോലും ഇപ്പം ഈ നാസ്തികരായിട്ടുള്ള ആളുകൾ പോലും ധാർമ്മികതയെക്കുറിച്ച് പറയും, ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പറയും, അത് വേണമെന്ന് പറയും, അതാണ് ആവശ്യം എന്ന് പറയും. നമുക്കത് ഇല്ല എന്ന് നമ്മൾ ആക്ഷേപിക്കും. അപ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ധാർമ്മികതയുടെ ചിന്ത വന്നേ? അത് ഏത് ശാസ്ത്രം വെച്ചാൽ കണ്ടുപിടിച്ചേ? ധാർമ്മികതയ്ക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ട്, എത്ര ഭാരമുണ്ട്, അതിന് മാസമുണ്ടോ, അത് എവിടെ നിന്ന് അളക്കാൻ പറ്റുക, ഏത് ലബോറട്ടറി ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്ന അവർ പറയുന്ന ഒരു മാനദണ്ഡത്തിലും പെടാത്ത കാര്യമാണ് ധാർമ്മികത എന്ന് പറയുന്ന സാധനം. പക്ഷെ അത് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. C.S. ലൂയിസിൻ്റെ വളരെ മനോഹരമായ പുസ്തകമുണ്ട്, മിയർ ക്രിസ്ത്യാനിറ്റി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വളരെ സിമ്പിളായിട്ടുള്ള പുസ്തകമാണ്, വായിക്കാൻ പറ്റുന്നവർക്ക് വായിക്കേണ്ട പുസ്തകമാണ്. അതിൽ അദ്ദേഹം ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ വളരെ ആവർത്തിച്ച് പറയുന്ന ദൈവത്തിൻ്റെ ആസ്തിക്യത്തിൻ്റെ തെളിവുകൾ എന്ന് നിരത്തുന്ന കാര്യങ്ങളുണ്ട്. അത് എഴുതുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എന്ന് വെച്ചാൽ ജർമ്മനി ഇംഗ്ലണ്ടിനെ ആക്രമിച്ച് ലണ്ടൻ ബ്ലിറ്റ്സ് എന്ന് പറയുന്ന സംഭവം, അതായത് ജർമ്മനിയുടെ ബോംബർ വിമാനങ്ങൾ ലണ്ടന് മുകളിൽ അങ്ങനെ ബോംബുകൾ അങ്ങനെ വാരി വിതറുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ, ആ സമയത്ത് ജനങ്ങളൊക്കെ, ലണ്ടനിലെ ജനങ്ങളൊക്കെ അങ്ങനെ വളരെ അരക്ഷിതരായി, എപ്പോൾ സംഭവിക്കുമെന്ന് പേടിച്ചരണ്ടിരുന്ന കാലഘട്ടത്തിൽ BBC ലൂയിസിനോട് പറഞ്ഞു, താങ്കൾക്ക് വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ ഒന്ന് പ്രസംഗിക്കാം, ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം എപ്പോഴാണ് ബോംബ് വീഴാന്നറിയില്ല. ഈ ജർമ്മൻ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾ, അത് അവരുടെ ബോംബർ വിമാനങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട്, അതങ്ങനെ ഉയരത്തിൽ പറന്നിട്ട് ബോംബിടാൻ നേരത്തെ ഇങ്ങനെ കുത്തനെ താഴേക്ക് വരും. അപ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ താഴെയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലായി, തീർന്നു, ഞങ്ങളുടെ കാര്യം തീർന്നു. കാരണം ഒരു വളരെ പ്രത്യേകമായ ശബ്ദത്തിനാണ് താഴേക്ക് വരിക. അങ്ങനെ കുത്തനെ താഴേക്ക് വന്ന് ബോംബിട്ടിട്ട് അതേപോലെ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ വെടിവെച്ചിടാൻ പറ്റിയ വെടിവെച്ചിടാൻ കൊല്ലും, അല്ലെങ്കിൽ അത് തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു ജർമ്മൻ വിമാനങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഇതിങ്ങനെ ലണ്ടന് മുകളിൽ അങ്ങനെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് BBC ലൂയിസിനോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടത്. ലൂയിസ് ഒരു സീരീസ് ഓഫ് പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗങ്ങളെയാണ് പിന്നീട് പുസ്തകമാക്കി മിയർ ക്രിസ്ത്യാനിറ്റിയെ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാദഗതി എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ ലോകത്തിലെ ഏത് ജനസമൂഹത്തെ എടുത്തു നോക്കിക്കൊള്ളൂ, അവരുടെ എല്ലാം ഉള്ളിൽ ചില ധാർമ്മിക സവിശേഷതകൾ എല്ലാവർക്കും ഉണ്ട്. അത് കാടന്മാരായിക്കോട്ടെ, നാടന്മാരായിക്കോട്ടെ, സംസ്കാരം എന്ന് പറയുന്ന സംസ്കാര ചിത്രം എന്ന് പറയുന്ന ആളുകളായിക്കോട്ടെ, എവിടെ നോക്കിയാലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ട്രാൻസ് കൾച്ചറലാണ് മൊറാലിറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളോടുള്ള സ്നേഹം അത് ഏത് കാടനുമുണ്ട്, ഏത് പരിഷ്കൃത സമൂഹത്തിലുമുണ്ട്. അല്ലാതെ മക്കളെ തല്ലിക്കൊല്ലുന്നതല്ലോ ആരുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ വന്നു ഈ കാര്യം, ഇതെവിടെ നിന്ന് വന്നു? അപ്പോൾ ഇതെല്ലാം കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് എന്താ പറയുക, ഗ്രീസിൽ അരയോപക കൂടിയിരുന്ന് തീരുമാനിച്ചതാണോ മക്കളെ സ്നേഹിക്കാം ഇനി മുതൽ എന്ന് തീരുമാനിച്ചതാണോ? അല്ലല്ലോ. ഇത് സിവിലൈസേഷൻ ഉണ്ടായ സമയത്തൊന്നും ചിന്തിച്ചതല്ല. ഇത് മനുഷ്യൻ്റെ ഉള്ളിലെ ഇന്നേറ്റായിട്ടുള്ള സഹജമായിട്ടുള്ള ബോധങ്ങളാണ്. അതേപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക,
ശക്തി കുറഞ്ഞവരെ ശക്തിപ്പെടുത്തുക, അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഗുണങ്ങളൊക്കെ ട്രാൻസ് കൾച്ചറലാണ്, എല്ലാ സംസ്കാരങ്ങളുടെയും അപ്പുറത്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് നമുക്കറിയാം. ഒന്ന്, പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു, ഇതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നില്ല എന്നൊരു ബോധവും നമുക്കുണ്ട്. എനിക്ക് എന്നെ നിയന്ത്രിക്കുന്ന ധാർമ്മികതയുണ്ട് എന്നുള്ള ബോധം നമുക്കെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ പെരുമാറുന്നില്ലല്ലോ എന്നുള്ള ഒരു അപരാധ ബോധവും നമുക്കുണ്ട്. അപ്പോൾ ഇതെവിടെ നിന്നാണ് വന്നത്? ഇതെല്ലാ സമൂഹത്തിലുണ്ട്. കാരണം ഞാൻ ഇപ്പം ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിച്ചാൽ അവരും പറയും എനിക്ക് വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയില്ല എന്ന് ആത്മാർത്ഥയുള്ള എല്ലാവരും സമ്മതിക്കും. അപ്പം എൻ്റെ ഭാഗത്ത് കുറവുണ്ടെന്ന് സമ്മതിക്കും. ഇതെല്ലാം ആളുകൾക്കുള്ള കാര്യമാണ്. അപ്പം ഈ രണ്ട് ചിന്തകൾ തന്നെ ഇത് നമ്മിൽ നിന്നല്ല അത് ഉത്ഭവിച്ചത്, നമുക്ക് പുറത്തു നിന്നാണ് ഉത്ഭവിച്ചതെന്ന് തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ തെളിവുകളാണ്. കാരണം ഒരു മനുഷ്യന് ഒരു കാര്യം നല്ലതാണെങ്കിൽ വേറെ മനുഷ്യൻ നല്ലതാണെന്നില്ലല്ലോ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും നല്ലതായിട്ട് ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനുഷ്യരിൽ നിന്നല്ല, അതിന് പുറത്തു നിന്നാണ് വന്നത്. നമ്മുടെ ഇടയിൽ നിന്നല്ല, നമ്മുടെ സമൂഹത്തിൽ നിന്നല്ല, നമ്മുടെ സംസ്കാരത്തിൽ നിന്നല്ല, നമുക്ക് നൽകി തന്ന ചില പ്രത്യേകതകളാണ് അതെന്ന് നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. അത് വളരെ ശക്തമായിട്ടുള്ളൊരു വാദഗതിയാണ്. ദ മോറൽ ആർഗ്യുമെന്റ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരു വാദഗതിയാണ്. അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. അപ്പോൾ അതിനർത്ഥം ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് ധാർമ്മികതയെ വിശദീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവരും പറയും ധാർമ്മികതയെക്കുറിച്ച്, ഈ നവനാസ്തികരും ധാർമ്മികതയെക്കുറിച്ച് ആവർത്തിച്ച് പറയും. നല്ല മനുഷ്യരായി ജീവിക്കണം, നല്ല കാര്യം ചെയ്യണം, ആളുകളെ സഹായിക്കണം, പാവപ്പെട്ടവർക്ക് വേണ്ട സഹായം ചെയ്യണം എന്നൊക്കെ ഇവർ പറയും. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? അതെവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒരു വളരെ എന്താ പറയുക വാക്കുകൾ കൊണ്ടുള്ളൊരു കളിയുണ്ട്. അദ്ദേഹം പറയുന്ന അദ്ദേഹം റിവേഴ്സ് ഔട്ട് ഓഫ് ഏഡൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദ യൂണിവേഴ്സ് ഈസ് ജസ്റ്റ് ഇലക്ട്രോൺസ് ആൻഡ് സെൽഫിഷ് ജീൻസ്, മീനിങ്ലെസ് ട്രാജഡീസ് ആർ എക്സാക്ട്ലി വാട്ട് വി എക്സ്പെക്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ജീനുകളും DNA-കളും ഒക്കെയാണ്. അതാണ് അതിൻ്റെ അടിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർത്ഥശൂന്യതയാണ്. കാരണം അർത്ഥമുണ്ടല്ലോ, അർത്ഥമില്ലല്ലോ. ഇത് കുറേ ഇലക്ട്രോൺസും കുറേ ജീൻസും ആണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ദ DNA ഡാൻസസ് ആൻഡ് വി ഡാൻസ് വിത്ത് ദം. നമ്മുടെ ഉള്ളിൽ ഡാൻസ് കളിക്കുന്ന DNA-കൾക്കൊപ്പം നമ്മൾ ഡാൻസ് കളിക്കുന്നത്, അതാണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നീദർ ഈവിൾ നോർ ഗുഡ് ഇൻ ഇൻറ്റൻഷൻ. പ്രപഞ്ചത്തിൽ നന്മയുമില്ല തിന്മയുമില്ല, അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളും അതിൻ്റെ അന്തർഭാഗത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ദ യൂണിവേഴ്സ് വി ഒബ്സർവ് ഹാസ് പ്രിസൈസ്ലി ദ പ്രോപ്പർട്ടീസ് വി ഷുഡ് എക്സ്പെക്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ ഗുണങ്ങൾ, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നമ്മിലും ഈ പ്രപഞ്ചത്തിലും കുറേ ഇലക്ട്രോൺസും കുറേ ജീൻസും കുറേ DNA-കളുമാണ് ഉള്ളതെങ്കിൽ ഇതിനൊരർത്ഥവും പ്രതീക്ഷിക്കണ്ടല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അത് തന്നെയാണ് ഞാൻ കാണുന്നതും, അത് തന്നെയാണ് നമ്മൾ കാണുന്നതെന്നും. അപ്പോൾ അതിനർത്ഥം ഈ പ്രപഞ്ചത്തിൽ ഒരു നന്മയും ഒരർത്ഥവും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം അടുത്ത പ്രസ്താവനയിൽ പറയുന്ന, വേറെ സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ ഈസ് റിലീജിയൻ. ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ ഈസ് റിലീജിയൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവനയാണ്. എല്ലാ തിന്മയുടെയും പിന്നിലുള്ളത് മതമാണ്. അപ്പോൾ പോൾ കോപ്പൻ അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യമുണ്ട്, എവിടെ നിന്നാണ് ഈവിൾ എന്നുള്ള സാധനം താങ്കൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ജീനുകളും ഇലക്ട്രോണുകളും DNA-കളും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നന്മയും തിന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഈ മതവിശ്വാസികൾ തിന്മ ചെയ്യുന്നു പറയാൻ നിങ്ങൾക്ക് എന്താ 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 അടിത്തറയുള്ളത്? കാരണം തിന്മ എന്നൊരു ആശയമില്ലല്ലോ. ജീനുകൾക്ക് എന്ത് തിന്മ? ഇലക്ട്രോൺ എന്ത് തിന്മ? എല്ലാവരുടെയും ഇലക്ട്രോൺ ഒരുപോലെയല്ലേ? എല്ലാവരുടെയും DNA-കൾ ഒരുപോലെയല്ലേ? അതിൻ്റെ സ്ട്രാൻഡുകളെല്ലാം ഒരുപോലെയല്ലേ? അതിന് നന്മയും തിന്മയൊന്നുമില്ല. അപ്പോൾ കുറേ പേര് തിന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇഫ് മാൻ ആർ ജസ്റ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് നാച്ചുറൽ ഫോഴ്സസ് ആൻഡ് DNA, ഹൗ ക്യാൻ യു സേ ദാറ്റ് എത്തിയിസ്റ്റ് ആർ മോർ റാഷണൽ ദാൻ ബിലീവേഴ്സ്? അപ്പോൾ നിങ്ങൾ ഈ നിലപാടെടുക്കുകയാണെങ്കിൽ നിങ്ങളാണ് മതവിശ്വാസികളെക്കാൾ യുക്തിഭദ്രതയുള്ള ആളുകളെന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് എന്ത് ന്യായമുണ്ട്? കാരണം നിങ്ങൾ ഒന്നുമില്ലെന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് രസകരം. ഇതിൻ്റെ ഉത്തരത്തിൽ ഡോക്കിൻസ് പറഞ്ഞ പ്രസ്താവന എന്താണെന്നറിയോ? ഡോക്കിൻസ് അതിന് ഉത്തരം പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? വളരെ രസകരമായിട്ട് ഉത്തരം പറഞ്ഞു. അത് എഴുന്നേറ്റെന്ന് പറഞ്ഞു, സയൻസ് സെൻഡ് റോക്കറ്റ്സ് ടു മൂൺ ബട്ട് റിലീജിയൻ സെൻസ് പ്ലെയിൻസ് ടു ബിൽഡിംഗ്. ഇതാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ശാസ്ത്രം
ചന്ദ്രനിലേക്ക് റോക്കറ്റുകളെ അയക്കുന്നു. എന്നാൽ മതം വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് റോക്കറ്റുകളെ വിടുന്നു. ചോദിച്ച ചോദ്യം എന്ത്, പറഞ്ഞ ഉത്തരം എന്ത്? പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ? ഈ ഉത്തരം പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന മുഴുവൻ ഓഡിയൻസും എഴുന്നേറ്റ് കൈയടിച്ചു. കാരണം ഇതേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അവര് ഒരു ഭാഗത്ത് ധാർമ്മികരായിട്ട് ജീവിക്കണമെന്നും ഈ ലോകത്തിലെ മുഴുവൻ ദുഷ്ടതയുടെയും കാരണം ക്രിസ്ത്യാനികളാണെന്നും മതത്തിൻ്റെ പേരിൽ ഗോഡ് ഒരു മോൺസ്റ്റർ ആണെന്നും ദൈവം ചില ജനതകളെ കൊന്നടക്കാൻ പറയുന്നു, കുഞ്ഞുങ്ങളെ കൊന്നടക്കാൻ പറയുന്നു, ആബാലവൃത്തം ജനങ്ങളെ കൊന്നടക്കാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആക്രമണങ്ങൾ മതത്തിനെതിരെ, ബൈബിളിലെ പഴയ നിയമത്തിലെ ദൈവത്തിനെതിരെയൊക്കെ ശക്തമായിട്ട് ഉന്നയിക്കുകയും, മറുവശത്ത് ഇതിൻ്റെ എല്ലാ ഉള്ളിൽ ഒരു അർത്ഥവുമില്ല, ലക്ഷ്യവുമില്ല, ഒരു താല്പര്യവുമില്ല, ഉണ്ടാവാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യും. ഈ വൈരുദ്ധ്യം അവർ അംഗീകരിക്കില്ല. വേറൊരു ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെ പറയാം, ഇപ്പോൾ ഒരു മോഡേൺ പിന്നെ ഈ എത്തിയിസ്റ്റിക് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിക് ചിന്തയുള്ള ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അവർ പറയും, അവരുടെ പിന്നെ മൊറാലിറ്റിയെക്കുറിച്ച് ധാർമ്മികതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ റൈറ്റാണ് എൻ്റെ ബോഡിയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം, എനിക്ക് എൻ്റെ താല്പര്യങ്ങളുണ്ട്, അതിന് വേറെ ആർക്കും കപട സദാചാരം കൊണ്ടൊന്നും എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയും. അതേപോലെ തന്നെ അവർ പറയും, നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തിയും ഒക്കെ ജീവിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം, അതിനുവേണ്ടി ഫണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയും. മറുവശത്ത് എന്ത് ചെയ്യും? ഒരു ഗർഭത്തിൽ വളരുന്ന ഒരു കുഞ്ഞ് അനാവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അബോർട്ട് ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട് എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഒരു ഭാഗത്ത് പാവപ്പെട്ടവരെ സഹായിക്കണം, ഒരു ഭാഗത്ത് പഠിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്ക് പൈസ കൊടുക്കണം, മറുഭാഗത്ത് എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ജീവിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വല്ലാത്ത എന്താ പറയുക, ഒരു വല്ലാത്ത ഡബിൾ സ്റ്റാൻഡേർഡാണ്. ഇത് ധാർമ്മികതയെ അധിക്ഷേപിക്കലാണ്. അവർ തമ്മിൽ സ്ഥിരതയില്ലാത്ത നിലയിൽ അവരവരുടെ വാദങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾ ഒട്ടും ശരിയല്ല. നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ധാർമ്മികതയെ കൂട്ടുപിടിക്കണം, മറുഭാഗത്ത് നിങ്ങൾ ധാർമ്മികതയെ ഇല്ല എന്ന് പറയണം. കാരണം ദൈവം ഇല്ലെങ്കിൽ ധാർമ്മികതയില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ധാർമ്മികത പറഞ്ഞേ പറ്റൂ. അപ്പോൾ ധാർമ്മികത ഉണ്ട്. നമുക്ക് ഒരു ട്രാൻസെൻഡന്റൽ മൊറാലിറ്റി എന്ന് വെച്ചാൽ നമ്മളാരും തീരുമാനിക്കാത്ത, നമ്മളെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ധാർമ്മിക നിയമങ്ങളുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അത് തരാൻ വേണ്ടി ഒരാളവിടെ ഉണ്ടാവണം. അതിനെ അവർ നിഷേധിക്കും. എന്നിട്ട് അവർ ധാർമ്മികതയെക്കുറിച്ച് പറയും. ഫ്രാൻസിസ് ഷേഫറുടെ ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം ഒരു ആളുമായിട്ട്, ഒരു ഇന്ത്യക്കാരനുമായിട്ട് അങ്ങനെ സംസാരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഫ്രാൻസിസ് ഷേഫർ പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ധാർമ്മികതയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ ഇല്ല എന്ന് പറയുന്നു, ഷെയ്ഫർ അതിനെ ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്നിട്ട് പറയുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ തീരുമാനമാണ്, എൻ്റെ ഇഷ്ടമാണ്, അല്ല അതിനപ്പുറത്തേക്കുള്ള ധാർമ്മികതയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യൂറോപ്പിൽ എവിടെയോ ആണ്. അപ്പോൾ അവിടെ അവരിങ്ങനെ ഇടയ്ക്ക് കാപ്പി കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും കെറ്റിലിൽ ഇങ്ങനെ തിളച്ച വെള്ളം ഉണ്ടാവും. അപ്പോൾ ഷെയ്ഫർ ഈ തിളച്ച കെറ്റിലിലെ വെള്ളം എടുത്തിട്ട് നേരെ ഇയാളുടെ തലയുടെ മുകളിൽ പിടിച്ച് കുടിക്കാനായിട്ട് തുടങ്ങി. നല്ല 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചു. എന്തായി ചെയ്യുന്നത് ചോദിച്ചു. ദിസ് ഈസ് നോട്ട് ഫെയർ, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ദിസ് ഈസ് നോട്ട് ഫെയർ. അപ്പോൾ ഷേഫർ പറഞ്ഞു, വെയിറ്റ് എ മിനിറ്റ്, എന്താ വാക്ക് പറഞ്ഞേ? ഇത് ശരിയല്ല, ദിസ് ഈസ് നോട്ട് ഫെയർ അല്ലേ? എവിടെ നിന്ന് ആശയം കിട്ടിയെന്ന് ചോദിച്ചു. ഇത് ശരിയല്ലെന്നും ഇത് ശരിയാണെന്നും പറയണമെങ്കിൽ ഒരു വേർതിരിവ് വേണ്ടേ? ശരിയല്ലാത്തതും ശരിയായതും തമ്മിൽ വേർതിരിവ് വേണം. അതൊരു ധാർമ്മിക തീരുമാനമാണ്. ഇതെനിക്കിഷ്ടമാണ്, നിങ്ങളുടെ തലയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ ചെയ്യട്ടെ. അപ്പം അത് ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? അപ്പോൾ ധാർമ്മികതയെ നമ്മൾ തള്ളി പറഞ്ഞാൽ ഞാൻ വന്നിട്ട് നിങ്ങളുടെ മുഖത്ത് ഒറ്റ അടിയടിക്കും, നിങ്ങൾ മിണ്ടാതെ സഹിച്ചോണം. കാരണം എൻ്റെ ഇഷ്ടമാണത്. നിങ്ങൾക്ക് അതിനെ വേർതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ അടിക്കണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ അത് ശരിയല്ലെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് രണ്ടുപേർക്കും ബാധകമായ ഒരു പൊതു നിയമം വേണം. രണ്ട് സമൂഹം തമ്മിൽ കൂട്ടിയടിക്കുമ്പോഴോ ഈ സമൂഹത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ചില ധാർമ്മികത വേണം, അല്ലേ? ഈ ധാർമ്മികതയും നിയമങ്ങളും ഒക്കെ വന്നത്, ഈ നിയമങ്ങൾ വന്നത് ധാർമ്മികതയിൽ നിന്നാണ്, ധാർമ്മിക ചിന്തയിൽ നിന്നാണ്. ഈ ധാർമ്മികത വന്നത് മനുഷ്യരുടെ എല്ലാം അപ്പുറത്ത് നിന്ന് ദൈവത്തിൽ നിന്നാണ്. കാരണം ദൈവത്തിനെ മനുഷ്യരെ എല്ലാം ബാധിക്കുന്ന ഒരു ധാർമ്മികത, ഒരു ഏക ധാർമ്മികത തരാൻ പറ്റുകയുള്ളൂ. അത് പുറത്തുനിന്നേ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ബാധകമായിട്ടുള്ള ധാർമ്മികത നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്: നാസ്തികരായിട്ടുള്ള ആളുകൾ നമ്മെ വെറും വിശ്വാസികൾ എന്ന പേരിൽ ആക്ഷേപിക്കുമ്പോൾ അവരും അവരുടെ ലോകവീക്ഷണം രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഈ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞത് പൊട്ട വിശ്വാസം തന്നെയാണ്. അത് പ്യുവർ വിശ്വാസം തന്നെയാണ്, അതിൽ ഒരു തെളിവുമില്ല.
അത് ഞാൻ പറഞ്ഞ പോലെ 18.678 വർഷങ്ങൾ, ചിലപ്പോൾ ദിവസം മണി വരെ പറയും, അങ്ങനെ വരെ കൃത്യതയോടൊക്കെ പറയും. അതൊക്കെ വെറുതെ വിശ്വാസത്തിന് പുറത്ത് മാത്രം രൂപപ്പെടുത്തിയിരിക്കുന്ന ലോകവീക്ഷണം. അവരുടെ വിശ്വാസം ആണ്, നമ്മുടെയും വിശ്വാസമാണ്. പിന്നെ ഏതിനാണ് തെളിവ് എന്നുള്ളതാണ്. അവരും നാച്ചുറൽ ലോസും ലോജിക്കും ഇൻ്റലിജിബിലിറ്റി ഓഫ് ദി യൂണിവേഴ്സും ഒക്കെ വെച്ചിട്ടാണ് അവർ പറയുന്നത്. ഈ പ്രപഞ്ചത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലയിൽ ഈ പ്രപഞ്ചത്തിന് ഒരു പരസ്പര ബന്ധമുണ്ട് എന്നുള്ള കാര്യം, അതാണ് നമ്മൾ ഇൻ്റലിജിബിൾ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അതേസമയം ഇതിൻ്റെ പുറകിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബീയിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇൻ്റലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫറൻസിലേക്ക് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ വേറെ രീതി പറയാം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ, ഞാനൊരു ചിന്ത പറയുമ്പോൾ, ഇതൊരു ചിന്തയായിരിക്കുന്നതിൻ്റെ പിന്നിൽ ആ ചിന്തയ്ക്കൊരു അടിസ്ഥാനമുണ്ടല്ലോ. ആ ചിന്തയാക്കി മാറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ തലയിൽ കുറേ ഇലക്ട്രോൺസും ആ ഇലക്ട്രോൺസ് നിയന്ത്രിക്കുന്ന കുറേ ചാർജുകളും ഈ ന്യൂറോൺസിൻ്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കണക്ഷൻസും മാത്രമാണുള്ളത്. അതിനുണ്ടാകുന്ന ചില സ്പാർക്കുകളാണ് എൻ്റെ വാക്കുകളെങ്കിൽ ഇതിനെന്തെങ്കിലും സെൻസ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഞാൻ പറയുന്ന ഒരു പ്രസ്താവനയ്ക്ക്, അതായത് എന്താ പറയുക, ഈ ലോകത്തിൽ ദൈവമില്ല എന്ന് പറയുന്ന ഒരു പ്രസ്താവനയ്ക്ക് അർത്ഥമുണ്ടാവണമെങ്കിൽ അതിനപ്പുറത്തേക്കുള്ളൊരു തലം വേണം, എന്നെങ്കിലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് പറ്റില്ല. ആ പ്രസ്താവന പോലും തെറ്റാണ്. അപ്പോൾ കുറേ ഒരു ക്രമരഹിതമായ ഇലക്ട്രോൺസും ജീൻസും DNA-കളും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് മനുഷ്യനെങ്കിൽ, അത് തമ്മിലുള്ള ഒരു ബന്ധമാണ് മനുഷ്യനെങ്കിൽ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണപരമായ കാര്യം ഇവർ പറയുന്ന കാര്യം പോലും ഗുണപരമായിട്ട് വരില്ല. അങ്ങനെ വരാൻ സാധിക്കുകയില്ല. വെറും ഇലക്ട്രിക്കൽ ചാർജസിൻ്റെ കൊളീഷനാണ്. ഇദ്ദേഹം പറയുന്ന പോലെ DNA ഡാൻസസ് ആൻഡ് വി ഡാൻസ് അലോങ് വിത്ത് ദം എന്ന് പറയുന്ന കാര്യം അതാണെങ്കിൽ അതിൽ ഒന്നും ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. അത് വെറുതെ ഡാൻസ് അല്ലേ, എന്തിനർത്ഥമുണ്ടോ? അപ്പം അവർ പറയുന്നത് ശരിയാവണമെങ്കിൽ പോലും ഇത് വെറും ഡാൻസ് അല്ല, അതിന് ഗുണപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ സമ്മതിച്ചേ മതിയാവൂ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ബൈബിളിൻ്റെ ലോകവീക്ഷണം തെളിവുകളിൽ അടിസ്ഥാനപ്പെട്ട ലോകവീക്ഷണമാണ്. ആ തെളിവുകൾ അവർക്കുള്ള അതേ തെളിവുകൾ തന്നെയാണ്. ആ തെളിവുകളുടെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് റെവലേഷൻ എന്ന് പറയുന്ന കാര്യം കൂടിയുണ്ട്. വെളിപ്പെടുത്തൽ, നമുക്ക് കിട്ടിയ വെളിപാട് എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെയും കൂടി പിൻബലം നമുക്കുണ്ട്. ആ വെളിപാടുകളെ ഉറപ്പിക്കുന്ന മറ്റു ചില വസ്തുതകളുമുണ്ട്. ഇപ്പോൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നത്, ബൈബിളിൽ ദൈവം വിശ്വസിക്കാനായിട്ട് ആവശ്യപ്പെട്ട രംഗങ്ങളൊക്കെ എടുത്തു നോക്കുക. വിശ്വസിക്കാനായിട്ട് ആളുകളോട് പറഞ്ഞ എല്ലാ രംഗങ്ങളിലും വ്യക്തമായ എവിഡൻസ് കൊടുത്തിട്ടാണ് വിശ്വസിക്കാൻ ആവശ്യപ്പെട്ടത്. അത് നമ്മുടെ ബൈബിളിലെ ദൈവത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ബൈബിളിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം, അവർ ഫെയ്ത്ത് ഈസ് ആൻ എവിഡൻസ് ബേസ്ഡ് ഫെയ്ത്ത്. തെളിവുകളാൽ ഉറപ്പിക്കപ്പെട്ട, തെളിവുകളിൽ ആധാരം ഉറപ്പിച്ച ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് ധൈര്യമായിട്ട് പറയാം. ബ്ലൈൻഡ് അല്ല, അന്ധമല്ല നമ്മുടെ വിശ്വാസം. അതിന് നമ്മൾ ബൈബിളിൻ്റെ തകളിൽ തെളിഞ്ഞാലും നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞാലും നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ അടുക്കിലേക്ക് സ്നാപയോഹന്നാൻ രണ്ടുപേരെ അയക്കുന്നു. സ്നാപയോഹന്നാൻ ജയിലിൽ കിടക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താ ചോദിക്കുന്ന ചോദ്യം? യോഹന്നാൻ്റെ ഒരു സംശയം നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. എന്താ സംശയം? എന്താണ്? വരുവാനുള്ളവൻ നീയാണോ? ഞങ്ങളെ കുറേ കാലമായിട്ട് ആശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് നീ തന്നെയാണോ എന്ന് ഉറപ്പിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ യോഹന്നാൻ നമ്മൾ പറയുന്ന പോലെ എളുപ്പമുള്ള ചോദ്യമല്ല ചോദിച്ചത്. കാരണം എന്താണെന്നറിയോ? യോഹന്നാൻ അന്ന് എവിടെയാ? ജയിലിലാണ്. മാത്രമല്ല സമീപ ഭാവിയിൽ തല വെട്ടാനായിട്ട് പോവുകയുമാണ്. അതായത് തന്നെ മനസ്സിലായി, ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ ഉച്ചസ്വരത്തിൽ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് വിളംബരം ചെയ്ത് അവതരിപ്പിച്ചവൻ എവിടെ പോയി? അവൻ താനാണോ നീ താനാണോ അവൻ എന്നുള്ള സന്ദേഹം അല്ലേ? പഠനത്തിൽ ആശങ്ക വന്നു. അദ്ദേഹം ചോദ്യം വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ കർത്താവ് വേണമെങ്കിൽ എന്ത് പറയാം? ഒരു സംശയം കൊണ്ട് വന്നേക്കണോ അവൻ ഇത്രയും കാലമായിട്ടെന്ന്? അങ്ങനെയാണോ കർത്താവ് പറഞ്ഞത്? കർത്താവ് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത എൻ്റെ കാര്യങ്ങൾ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറയുക. കർത്താവ് തെളിവുകളാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിക്കണം എന്നല്ല പറഞ്ഞത്.
ഇത്രയും കാലം നിന്റെ സംശയം തീർന്നില്ല, ഒരു ഒടുക്കത്തെ സംശയം എന്ന് പറഞ്ഞ് പിള്ളേരെ ചീത്ത വിളിക്കുമ്പോൾ അല്ല കർത്താവ് ഡീൽ ചെയ്തത്. കർത്താവ് പറഞ്ഞു, ലുക്ക് അറ്റ് മൈ വർക്ക്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എവിഡൻസ് ആണ്, ക്ലിയർ എവിഡൻസ്, ഐ വിറ്റ്നസ് എവിഡൻസ്. നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്ക് കാണാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ഇടപെടൽ കൊണ്ട് മാറിയ വ്യക്തികൾ, അവരുടെ ജീവിതങ്ങളിൽ വന്ന രൂപാന്തരം, ഇതൊക്കെയാണ് എൻ്റെ തെളിവുകൾ. എന്നിട്ട് വിശ്വസിച്ചോളാൻ പറഞ്ഞു. കർത്താവ് ഒരിക്കലും വെറുതെ വിശ്വസിക്കാൻ പറഞ്ഞില്ല. ബൈബിളിലെ പഴയ നിയമത്തിലേക്ക് പോയി നോക്കുക, അവിടെയൊക്കെ തെളിവുകളാണ്. നമ്മൾ ഇയ്യോബിന്റെ കാര്യം പറഞ്ഞു. ഇയ്യോബിന്റെ കാര്യത്തിൽ ഇയ്യോബിനോട് ഇയ്യോബ് അങ്ങനെ ദൈവത്തോട് ചോദ്യം ചോദിക്കാനായിട്ട് നിന്നപ്പോൾ ഇയ്യോബിനോട് പറഞ്ഞു, നീ ആണാണെങ്കിൽ ബെൽറ്റൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞല്ലേ, നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു, കം ഔട്ട്, ലെറ്റ് us have a talk എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, പുറത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് ഇയ്യോബിനോട് കുറേ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു, നേരത്തെ പിടിച്ചു ഒന്നിന് പുറകെ. ഇയ്യോബ് ഒരു 4-5 ചോദ്യമൊക്കെ ദൈവത്തോട് ചോദിക്കാൻ വന്ന ഇയ്യോബിന് 40 ചോദ്യമാണ് കർത്താവ് ചോദിച്ചത് ഒറ്റയടിക്ക്. 1 2 3 4 ടപ്പടപടേ എന്നൊക്കെ ചോദ്യം ചോദിച്ചു. നമ്മൾ ഈ ചില ക്വിസിലൊക്കെ കണ്ടല്ലേ, അങ്ങനെ എന്താ റാപ്പിഡ് ഫയർ എന്നൊക്കെ പറഞ്ഞ പോലെ കടകടാൻ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചോദ്യങ്ങളായിരുന്നു? പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച്, നമുക്കറിയാത്ത സൃഷ്ടിയുടെ അജ്ഞാത കാര്യങ്ങളെക്കുറിച്ച്, ഈ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ച്, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ ദൈവം എന്താ ഇയ്യോബിന് പോയി കാണിച്ചു കൊടുത്തെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് കഴിവില്ലാത്തവനായിട്ട് നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുവോ? ഞാൻ നിസ്സഹായനായിട്ട് മാറി നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നുവോ? നിന്റെ ജീവിതത്തിൽ പറ്റിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമോ എന്തെങ്കിലും പർപ്പസോ ഇല്ല എന്ന് ചിന്തിക്കുന്നുവോ? അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ നിനക്ക് തെറ്റിപ്പോയി, നീ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ആരെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അതിമനോഹരമായിട്ട് സൃഷ്ടിച്ച് നിർമ്മിച്ച് രൂപപ്പെടുത്തിയ ദൈവമാണ് ഞാൻ. നിനക്കറിയാത്ത എത്രയോ രഹസ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ കോസ്മോസ് എന്ന് പറയുന്നത് അത്യന്തം സങ്കീർണമാണ്. അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അത്രമാത്രം ഡെലിക്കേറ്റ് ആണ്. അതിനെ മുഴുവൻ പരിപാലിച്ച് നിയന്ത്രിച്ച് അതിൻ്റെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. നിന്റെ ജീവിതത്തിൽ ചൊറിയും ചിറങ്ങും അല്ല പ്രശ്നം. അതിനേക്കാൾ ഒക്കെ വലിയ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ക്യാൻ കൗണ്ട് ഓൺ മീ. നിന്റെ ജീവിതത്തിൽ വരുന്ന ചെറിയ കാര്യങ്ങൾക്ക് നിനക്കെന്നെ വിശ്വസിക്കാനായിട്ട് ധൈര്യമായിട്ട് വിശ്വസിക്കാം. എൻ്റെ വാക്കുകൾ നടപ്പാവും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇയ്യോബ് പറഞ്ഞു, എനിക്ക് ഇതുവരെ ഒന്നും മനസ്സിലായില്ലായിരുന്നു, ഇപ്പം എനിക്ക് കുറച്ച് മനസ്സിലായി തുടങ്ങിയെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇയ്യോബിന് അതുവരെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ ചിത്രം മാറി ഒരു പുതിയ ചിത്രം ഇയ്യോബിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ ചിത്രം ഇയ്യോബിൻ്റെ സങ്കല്പത്തെ മുഴുവൻ മാറ്റിമറിച്ചു. ഇയ്യോബിൻ്റെ ജീവിതം മുഴുവൻ മാറിപ്പോയി. അപ്പോൾ കർത്താവ് കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകിയിട്ടാ. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിലൊക്കെ പോയാൽ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ച് നമുക്കറിയാം. അബ്രഹാമിനോട് നിന്റെ സന്തതി മൂലം ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അബ്രഹാമിന് കല്യാണം കഴിച്ചു, മക്കളില്ല, കുറേ കാലമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ഈ എലിയാസറിനെ കുറിച്ച് ആയിരിക്കും പറഞ്ഞല്ലേ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതായിരിക്കും ദൈവത്തിൻ്റെ പരിപാടി. പിന്നെ അവർ വേറൊരു പുറത്തുള്ളൊരു വഴിയൊക്കെ അവർ അതിനുവേണ്ടി സംഘടിപ്പിച്ചു അല്ലെ, ഹാഗാർ വഴിയൊക്കെ ഒരു കാര്യമൊക്കെ നോക്കി, നടന്നില്ല. അപ്പോൾ അവസാനം അങ്ങനെ നിൽക്കുമ്പോൾ വളരെ സങ്കടത്തിലാണ്, വളരെ വിഷമത്തിലാണ്. ആ സമയത്ത് അബ്രഹാമിൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുന്ന രംഗത്ത് കർത്താവ് അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ വാ എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ ഒരു രാത്രിയിൽ നല്ല നിലാവുള്ള, അല്ലെ നിലാവില്ലാത്തൊരു രാത്രി ആയിക്കോട്ടെ, നല്ല കാണാൻ പറ്റുള്ളൂ, നല്ല ഇരുട്ടുള്ള നല്ല ഒരു അമാവാസി ദിവസം അങ്ങനെ തെളിഞ്ഞ ആകാശത്തിലേക്ക് നോക്കിക്കിട്ട് ആകാശത്തിലെ ആ അത്ഭുത കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നോക്കുക എന്ന് പറഞ്ഞു അല്ലേ. ആ നക്ഷത്രങ്ങളെ നോക്കുക, ആ നക്ഷത്ര സമൂഹങ്ങളെ നോക്കുക. രാത്രിയിൽ നോക്കിയാലേ, നല്ല രാത്രിയിൽ, നല്ല നിലാവില്ലാത്ത നല്ല തെളിഞ്ഞ ആകാശമുള്ള രാത്രിയിൽ നോക്കിയാൽ ചില സമയത്ത് നമുക്ക് മിൽക്കി വേ കാണാം. കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആകാശഗംഗ എന്ന് പറയുന്ന നമ്മുടെ ഗാലക്സി കാണാം. നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗാലക്സിയാണ്. ഇപ്പം നമുക്ക് മുകളിലേക്കൊക്കെ നേരെ ഇല്ലല്ലോ, നമ്മളിപ്പോഴും താഴേക്ക് നോക്കുന്നുണ്ടേ. നമുക്ക് ഈ തോണ്ടാൻ സാധനമുള്ളതുകൊണ്ടേ നമ്മുടെ കണ്ണെപ്പോഴും താഴേക്ക്, നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റില്ല. ഇടയ്ക്ക് മുകളിലേക്ക് നോക്കണോട്ടോ, വലിയ കാഴ്ചയാണത്. നല്ല ഇരുട്ടുള്ള രാത്രി ഇരുന്ന് ആകാശത്തിൽ നോക്കുക. അത് വളരെ ഒരുപക്ഷെ ബൈബിൾ വായിക്കുന്നത് പോലെ നമ്മെ വിമലീകരിക്കുന്ന, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു നല്ല കാഴ്ചയാണ്. ഇപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തേക്കാൻ സ്ഥലമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരവുമില്ല. കാരണം ആ സമയത്ത് നമുക്ക് വാട്സാപ്പ് നോക്കണ്ടേ. കാരണം വാട്സാപ്പ് നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ തിരക്കിട്ട പല കാര്യങ്ങളും ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒന്ന് കണ്ണുയർത്തി ആകാശത്തിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒന്ന് നോക്കണോട്ട് ഇടയ്ക്ക്, നല്ല കാഴ്ചകളാണ്. എന്നിട്ട് വളരെ
വിദൂരത്തുള്ള നക്ഷത്ര സമൂഹങ്ങളെ കാണിച്ച് തന്നിട്ട്, മിൽക്കി വേ കാണിച്ചു തന്നിട്ട്, ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തുള്ള ആൻഡ്രോമേഡയൊക്കെ കാണിച്ചു തന്നിട്ട്, അങ്ങനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇതൊക്കെ ഉണ്ടാക്കിയത്, ഈ നക്ഷത്ര സമൂഹങ്ങളെ നോക്കുക, ഇതൊക്കെ ഉണ്ടാക്കിയ ദൈവമാണ് പറയുന്നത്, നിന്റെ സന്തതി ഇതുപോലെ പെരുകും എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ അബ്രഹാമിൻ്റെ കാഴ്ച അങ്ങനെ അങ്ങ് കൂട്ടിക്കൊടുത്തിട്ട്, അബ്രഹാമിന് ഒരു വലിയ വിഷൻ കൊടുത്തിട്ട്, ഒരു ടെലിസ്കോപ്പിക് വ്യൂ ഒക്കെ കൊടുത്തിട്ട്, അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത്, നമ്മുടെ കണ്ണിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകൾ ഒരുപക്ഷെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഹബിൾ ടെലിസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് കാണിക്കുന്ന കാഴ്ച കണ്ടിട്ടില്ലേ? നെബൂലകൾ എന്ന് പറയുന്ന സാധനമൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് നെബൂലകളുടെ കാഴ്ചകൾ. നെബൂലകളിലാണ് നക്ഷത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. നക്ഷത്ര കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി നക്ഷത്ര കുഞ്ഞുങ്ങളെ താരാട്ട് പാടുന്ന സ്ഥലമാണ് നെബൂലകൾ എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാവുന്നു. തമോ ഗർത്തങ്ങൾ അവിടെയുണ്ട്, പല രീതിയിലുള്ള നക്ഷത്രങ്ങൾ അവിടെയുണ്ട്. ഈ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ദൈവം ചോദിച്ചു, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയെന്നറിയാമോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാന്നറിയാമോ? ഇതൊക്കെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന, ഇതിൻ്റെ പിന്നിലുള്ള സകല ശാസ്ത്രീയ നിയമങ്ങളെയും സങ്കീർണ നിയമങ്ങളെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനാണ് നിന്നോട് പറയുന്നത് നിനക്ക് മകനുണ്ടാവും എന്നുള്ള കാര്യം, അല്ലേ? മകനുണ്ടാവും എന്നുള്ള കാര്യം അത് കേട്ട് വിശ്വസിക്കാനായിട്ട് അബ്രഹാമിന് സാധിച്ചു. അപ്പോൾ ബൈബിൾ ഒരിക്കലും ചുമ്മാ അങ്ങ് വിശ്വസിച്ചോ, ഒരു തെളിവുകളും വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയുന്ന സ്കൂൾ ടീച്ചറുടെ രീതിയിലല്ല. സ്കൂൾ ടീച്ചർമാർ ആരെങ്കിലും ക്ഷമിക്കണം കേട്ടോ, ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പോൾ വെറുതെ അങ്ങനെ പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തെ തെളിവ് ബൈബിൾ കർത്താവിനൊക്കെ പറയുമ്പോൾ എന്നാണ എന്നൊരു പ്രസ്താവന പറയും, അല്ലേ? എന്നാണ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എന്ന് വെച്ചാൽ ഞാൻ തന്നെ പ്രൂഫാണെന്ന് പറഞ്ഞത്. എൻ്റെ പ്രൂഫ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ എന്ന വ്യക്തി പറയുന്നു എന്നാ പറയുന്നത്. ഞാൻ ഇപ്പോൾ നമ്മൾ സത്യപ്രസ്താവന നടത്തില്ലേ, സത്യപ്രസ്താവന, ഈ പ്രസ്താവന എൻ്റെ ഉത്തമ ബോധ്യത്തിൽ സത്യമാണ് എന്ന് പറയുന്ന പോലെ കർത്താവ് പറയാണ്, ഞാൻ ഉറപ്പ് പറയുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം പറയാണ്, എൻ്റെ ഓത്താണിത്, എൻ്റെ പ്രതിജ്ഞയാണ്, എൻ്റെ സത്യപ്രസ്താവനയാണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന, ഒന്ന് ദൈവത്തിൻ്റെ സ്വഭാവം, രണ്ട് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും കൊണ്ട് ദൈവം തെളിയിച്ച ലോകവും ഈ പ്രപഞ്ചവും ഇതിൻ്റെ പരിപാലനം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുടെ ഉറപ്പിലും ധൈര്യത്തിലുമാണ് വിശ്വാസം ഉറപ്പിക്കാനായിട്ട് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നതാണ് ബൈബിളിൻ്റെ ലോകവീക്ഷണം വെറുതെയുള്ള ലോകവീക്ഷണമല്ല. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്തതിൻ്റെ നിശ്ചയവുമാകുന്നു എന്ന് പറയുന്നത്. വെറുതെ അല്ല, ബ്ലൈൻഡ് അല്ല, ഉറപ്പാണ്, നിശ്ചയവുമാണ്. അതിൻ്റെ തെളിവുകൾ സാധാരണയുള്ള തെളിവുകളല്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആ തെളിവുകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയും. എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് എന്നുള്ളതിന് ദൈവം നൽകുന്ന തെളിവുകളുണ്ട്. ആ തെളിവുകൾ ശാസ്ത്രം പറയുന്ന തെളിവുകളല്ല എന്നുള്ളൂ. തെളിവുകളില്ല എന്നല്ല, തെളിവുകൾ അവർ പ്രതീക്ഷിക്കുന്ന തെളിവുകളല്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തരം തെളിവുകൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാര്യത്തോട് യോജിച്ച തെളിവുകളല്ലേ അതിന് കിട്ടുള്ളൂ, അല്ലേ? ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നു, അല്ലേ? ഫെബ്രുവരി 14. അപ്പോൾ സ്നേഹം പങ്കുവെക്കുന്ന ദിവസമാണ്, അല്ലേ? അപ്പോൾ ഞാൻ 2 കിലോ സ്നേഹം മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവ് വന്നാൽ പറയും, ചളി അടിക്കാതെ പോകാൻ ചേട്ടാന്ന് പറയും, അല്ലേ? കാരണം സ്നേഹം കിലോ കണക്കിനല്ല മേടിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ സ്നേഹത്തിൻ്റെ അളവ് കിലോയല്ല. അപ്പോൾ ഇവർ പറയുന്നത് ദൈവം എവിടെ കാണിച്ചതാ എന്ന് വെച്ചാൽ ദൈവത്തെ പിടിച്ചുകൊണ്ടിരുന്ന ഇതാ ദൈവം എന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന വിസിബിൾ ആയിട്ടുള്ള ദൃഷ്ടിഗോചരമായിട്ടുള്ള ഒരു വസ്തുവല്ല ദൈവം. അതുകൊണ്ട് തെളിവുകൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. തെളിവുകൾ അതിന് പറ്റിയ തരത്തിലുള്ള തെളിവുകളാണ് ദൈവം നൽകുന്നത്. അങ്ങനെയുള്ള നിരവധി തെളിവുകളുണ്ട്, നമുക്ക് പറ്റിയാൽ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ തെളിവുകളുടെ ഒരു ലോകം തന്നെയുണ്ട്. ആ തെളിവുകൾ ഉള്ള ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു, തെളിവുകളുടെ അടിസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ലോകവീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, നമുക്ക് ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ എല്ലാം പിൻബലം നമുക്കാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ക്രിസ്തീയ ലോകവീക്ഷണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തീയിസ്റ്റിക് വേൾഡ് വ്യൂ, ബിബ്ലിക്കൽ വേൾഡ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകളാണ് ഓരോ ദിവസവും എന്ന പോലെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല മേഖലകളുണ്ട്. ഒരു മേഖല കോസ്മോളജി എന്ന് പറയുന്ന മേഖലയാണ്, പ്രപഞ്ചശാസ്ത്രം എന്ന് പറയുന്ന മേഖലയാണ്. ആ മേഖലയിൽ ഉള്ള തെളിവുകൾ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാ തരത്തിലും ധൈര്യമായിട്ട് ഉറപ്പോടെ പറയാൻ പറ്റും, നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണ പിൻബലം നൽകുന്ന തെളിവുകളാണ് നൽകുന്നത്. കോസ്മോളജി, ബിഗ് ബാങ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അല്ലേ?
ബിഗ് ബാങ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു തിയറിയാണ്, പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് പറയുന്ന തിയറിയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നീൽ ടൈസൺ പറഞ്ഞ പ്രസ്താവന പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പൊട്ടിത്തെറി നടന്നു. ആ പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചമുണ്ടായി. ഈ പൊട്ടിത്തെറിയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പശ്ചാത്തലം ഞാൻ പറഞ്ഞുതരാം. ഈ ബിഗ് ബാങ് തിയറി കൊണ്ടുവന്ന ആള് ജോർജ് ലമാട്രെ എന്ന് പറയുന്ന ഒരു വൈദികനാണ്, ഒരു കത്തോലിക്ക വൈദികനാണ്, ഫ്രഞ്ച് വൈദികനാണ്, ഫ്രഞ്ച് അല്ലേ, ജോർജ് ലമാട്രെ. അപ്പോൾ ഇദ്ദേഹം ഈ ബിഗ് ബാങ് തിയറി പോസ്റ്റുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തു മെയിൻ ലൈൻ സയൻറ്റിസ്റ്റുകളൊക്കെ. അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെതിരെ നിലപാടെടുത്തു, അതിനെ ശക്തമായിട്ട് എതിർത്തു. കാരണം എന്താണെന്നറിയോ, അവർക്കൊരു കാര്യം മനസ്സിലായിരുന്നു, ഈ തിയറി പറഞ്ഞാൽ എന്ത് പറയണമെന്നറിയോ, ഒരു തുടക്കമുണ്ട് എന്ന് പറയണം. എവിടെയോ ഇത് തുടങ്ങി എന്ന് പറഞ്ഞാൽ, പൊട്ടിത്തെറി തുടക്കമല്ലേ, ഒരു സംഭവം എവിടെയെങ്കിലും തുടങ്ങി എന്ന് പറയണം. തുടങ്ങി എന്ന് പറഞ്ഞാലോ ഒരു പ്രശ്നമുണ്ട്, തുടക്കത്തിന് മുമ്പ് ഒരു സാധനമില്ലേ, തുടക്കത്തിന് മുമ്പ് വേണ്ടേ, തുടക്കത്തിന് കാരണം വേണ്ടേ, അല്ലാതെ തുടങ്ങാൻ പറ്റില്ലല്ലോ. കാരണം അതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്, എല്ലാവരും പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതെന്നും ഇങ്ങനെയായിരുന്നു എന്നാണ്. ഈ പ്രപഞ്ചം ഒരു സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആണ് അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര പ്രപഞ്ചമായിരുന്നു. ഈ പ്രപഞ്ചവും ഇതിലെ കാര്യങ്ങളെല്ലാം ഒരുപോലെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് പ്രധാനപ്പെട്ട എല്ലാ ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. കാൾ സാഗൻ ഒക്കെ ആ തിയറി പറഞ്ഞുകൊണ്ടിരുന്നു. കാൾ സാഗൻ അടുത്ത കാലത്ത് മരിച്ച ആളാണ്. കാൾ സാഗൻ എന്ന് പറഞ്ഞ അമേരിക്കൻ ഒരു കോസ്മോളജിസ്റ്റാണ്. അദ്ദേഹം ഒരുപാട് നല്ല നിലയിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച മനുഷ്യനാണ്. ദൈവവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ, പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറയുന്ന പ്രസംഗം. ഭൂമിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. ദ പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ്, നരച്ച നീലപ്പൊട്ട് എന്ന് പറഞ്ഞ് ഭൂമിയെ നോക്കി നടത്തിയ പ്രസംഗമുണ്ട്. എന്ന് വെച്ചാൽ വോയേജർ പേടകം അങ്ങനെ ഈ സൗരയൂഥം കടന്ന് ഈ നമ്മുടെ സോളാർ സിസ്റ്റം കടന്നിട്ട് 9 പണ്ട്, ഇപ്പോൾ 8 ഉള്ളൂ, ഒന്നിനെ പുറത്താക്കിയല്ലോ. അപ്പോൾ ഈ 8 ഗ്രഹങ്ങളെ വിട്ട് സൗരയൂഥം വിട്ട് ഈ വോയേജർ അങ്ങനെ പോകുന്ന സമയത്ത് ആദ്യത്തെ ഒരു സാധനമാണ്, മനുഷ്യൻ വിട്ട ഏക സാധനമാണ് വോയേജർ പുറത്തേക്ക് പോയത്. ഈ വോയേജർ അങ്ങനെ പോയ സമയത്ത് വോയേജർ അങ്ങനെ ഭൂമിയിലേക്ക് തിരിച്ചു വെച്ചിട്ട് ഫോട്ടോ എടുത്തു. ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥ ഗ്രഹങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയെക്കുറിച്ച് പറയുന്നത് സൗരയൂഥത്തിന്റെ ഗ്രൂപ്പ് ഫോട്ടോ എന്നാണ്, ഫാമിലി ഫോട്ടോ എന്നാണ് വിളിക്കുന്നതിന്. കാരണം നമ്മൾ എല്ലാവരും നിർത്തിയിട്ട് സെൽഫി എടുക്കില്ലേ എന്നതുപോലെ ഇത് പോവുക. ആ പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്താൽ. അപ്പോൾ ആ ഫോട്ടോ എടുത്തപ്പോൾ അതിനുള്ളിൽ ഭൂമിയുണ്ട്, പിന്നെ ബുധനുണ്ട്, ജൂപ്പിറ്റർ ഉണ്ട്, വേറെ ഗ്രഹങ്ങളൊക്കെ ഉണ്ട്, സൂര്യനുണ്ട് നടുവിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഈ ഫോട്ടോയിൽ നാസ പിന്നെ അവസാനം ഇത് സൂം ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പൊട്ട് കണ്ടു, ഒരു നീല പൊട്ട്. എന്നിട്ട് പറഞ്ഞു അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പിന്നെ കോർഡിനേറ്റ്സ് ഒക്കെ വരച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞു ഇതാണ് ഭൂമി എന്ന് പറഞ്ഞു, ഇതാണ് ഭൂമി. എന്നിട്ട് അല്ലെങ്കിൽ നമ്മളാരും കണ്ടാൽ മനസ്സിലാവില്ലായിരുന്നു, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് പ്രപഞ്ചത്തിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ, ഒരു നത്തിങ്നെസ്, ഒരു വാസ്റ്റ് നത്തിങ്നെസ്, ഒന്നുമില്ല, ഫുൾ നരച്ചിരിക്കുന്ന ഒരു സാധനം. അതിനുള്ളിൽ ചെറിയ പൊട്ടുകൾ, വലിയ ജൂപ്പിറ്ററൊക്കെ കാണാം, ചെറിയ ജൂപ്പിറ്ററൊക്കെ വെച്ച് വലുതായതുകൊണ്ട് ജൂപ്പിറ്ററൊക്കെ കാണാം, ശനി കാണാം, ബാക്കി ഇതൊക്കെ കാണാം, എന്നിട്ട് സൂര്യനും കാണാം. എന്നിട്ട് പറഞ്ഞു ഇതാണ് ഭൂമി എന്ന് പറഞ്ഞു, ഒരു നരച്ച പൊട്ട്. അപ്പോൾ ഇത് വളരെ പ്രസിദ്ധമായി തീർന്നു. ഇത് കാൾ സാഗൻ പറഞ്ഞിട്ടായി ഫോട്ടോ എടുത്തത്. അപ്പോൾ കാൾ സാഗൻ ഇതിനെക്കുറിച്ചൊരു പ്രസംഗം നടത്തി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആ നരച്ച നീലപ്പൊട്ടിലേക്കൊന്ന് നോക്കുക, അതാണ് നമ്മുടെ ഭൂമി, നമ്മുടെ വാസഗ്രഹം എന്ന് വിളിക്കുന്ന കോടാനുകൂടി ജനങ്ങളുടെ സ്വന്തം വീടായിട്ടുള്ള ഭൂമി. ഈ ഭൂമിയിലാണ് നമുക്കറിയാവുന്ന സകല മനുഷ്യരും ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന ജനങ്ങളും അവിടെയാണ് ഉണ്ടാവുക. ഈ ഭൂമിയിലാണ് രാജാക്കന്മാർ തേരോട്ടം നടത്തിയത്. ഈ ഭൂമിയിലാണ് നേതാക്കന്മാർ അവരുടെ കയ്യൂക്ക് കൊണ്ട് ഭരണം നടത്തിയത്. ഇവിടെയാണ് രക്തരൂക്ഷിത വിപ്ലവങ്ങൾ നടന്നത്. ഇവിടെയാണ് ഇസങ്ങൾ ഉണ്ടായത്. ഇവിടെയാണ് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നല്ല രസകര പ്രസംഗം. അദ്ദേഹം അങ്ങനെ ഭൂമിയെക്കുറിച്ച് ഒരുപാട് പ്രസംഗിച്ചു. എന്നിട്ട് പറഞ്ഞു ആ ഭൂമിയിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങളെക്കുറിച്ച് മതിപ്പോടെ വലിയ ധൈര്യത്തോടെ എന്ത് പറയാനായിട്ടുള്ളത്, നിങ്ങൾ വിനയാന്വിതരാവുക, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക, നിങ്ങൾ എത്ര ചെറുതാണെന്ന് ഓർക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം മനുഷ്യന്റെ നിസ്സഹായതയും നിസ്സാരതയും ഓർപ്പിച്ച് നമ്മളെ കൂടി പറഞ്ഞു. ദൈവത്തെക്കുറിച്ച് പറഞ്ഞില്ല കേട്ടോ, ദൈവത്തെ വിശ്വസിക്കുന്ന ആളല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കോസ്മോളജി പോലെ മനുഷ്യനെ ഹമ്പിളാക്കുന്ന, മനുഷ്യന് ഹ്യൂമിലിറ്റി പകരുന്ന മറ്റൊരു ശാസ്ത്ര ശാഖയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ രസകരമായ പ്രസ്താവന. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ ബിഗ് ബാങ് ഈ ജോർജ് ലമത്രെ പറഞ്ഞപ്പോൾ കാൾ സാഗൻ അടക്കമുള്ള എല്ലാവരും പറഞ്ഞത് ഈ ഒരു ഇഫക്റ്റ് ഉണ്ട്. ഒരു പ്രകാശം നമ്മളിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോവുകയാണെങ്കിൽ അത് റെഡ് എലമെന്റ് കൂടി വരും.
അപ്പോൾ അത് റെഡ് ഷിഫ്റ്റ് എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ റെഡ് ഷിഫ്റ്റ് കാണുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. എന്ന് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ദൂരേക്ക് പോകുമ്പോഴാണ് റെഡ് ഷിഫ്റ്റ് കൂടുതലായിട്ട് എവിഡൻ്റ് ആയിട്ട് വരിക. അപ്പോൾ അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ അന്നത്തെ ശാസ്ത്രലോകം അതിനെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. പ്രത്യേകിച്ച് ഐൻസ്റ്റീൻ ഉള്ള സമയമാണ്. അപ്പോൾ ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത സമയമാണ്. അപ്പോൾ ഐൻസ്റ്റീൻ അതിനു മുമ്പ് തന്നെ ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നൊരു സാധനം പറഞ്ഞു വെച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം സ്റ്റഡി സ്റ്റേറ്റിൽ നിന്നാൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ അനുസരിച്ച് ഇത് വികസിക്കാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം തന്നെ ചുരുങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഒബ്സർവ് ചെയ്തു. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ഉണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹവും സ്റ്റഡി സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ ഹബിൾ അങ്ങനെ അമേരിക്കയിലേക്ക് വിളിച്ചു. എന്നിട്ട് ഹബിൾ നേരിട്ട് ഐൻസ്റ്റീന് ഈ കാഴ്ച കാണിച്ചു കൊടുത്തു, ഈ റെഡ് ഷിഫ്റ്റിന് കാഴ്ച കാണിച്ചു കൊടുത്തു. അപ്പോൾ ഐൻസ്റ്റീൻ അവസാനം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു വെച്ച കാര്യം അതൊരു പൊട്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായി, അങ്ങനെയല്ല സത്യം എന്നുള്ള കാര്യം അദ്ദേഹം അംഗീകരിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അങ്ങനെ അങ്ങനെ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്യുന്ന വലുതാകുന്ന ഒരു പോയിന്റിൽ നിന്ന് അങ്ങനെ വലുതാകുന്ന ഒരു പ്രപഞ്ചമാണ് നമ്മുടെ പ്രപഞ്ചം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ ഒബ്സർവേഷനിലൂടെ ശാസ്ത്രലോകം അംഗീകരിച്ച ഒരു സമയമാണത്. അത് ഒരു തുടക്കത്തെക്കുറിച്ച് പറയുന്നു. ആ തുടക്കത്തെ അവർ ബിഗ് ബാങ് എന്ന് പേരിട്ട് വിളിച്ചു. നമ്മൾ പറയുന്ന ഒരു തുടക്കത്തെക്കുറിച്ചാണല്ലേ. ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശങ്ങൾ എന്നാണ്, ഹെവൻസ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ദൈവം ആദി എന്ന് പറയുന്നത് സമയം, ആകാശങ്ങൾ എന്ന് പറയുന്നത് സ്പേസ്, ഭൂമി എന്ന് പറയുന്നത് മാറ്റർ. അപ്പം ടൈം സ്പേസ് മാറ്റർ, ടൈം സ്പേസ് മാറ്റർ കണ്ടിന്യൂമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സമയവും വസ്തുവും സ്പേസും ഒരേ നിമിഷം തുടങ്ങണം, ഒരു പോയിന്റിൽ ആരംഭിക്കണം. സമയത്തിന് മുമ്പ് വസ്തു ഉണ്ടാവാൻ പാടില്ല, സമയത്തിന് മുമ്പ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല, അതേപോലെ സ്പേസിന് മുമ്പ് വസ്തു ഉണ്ടാവാൻ പാടില്ല. സ്പേസ് വേണം, വസ്തു വേണം, സമയവും വേണം. അത് മൂന്നും ആരംഭിച്ച ഒരു നിമിഷത്തെക്കുറിച്ചാണ് ബൈബിൾ ഇൻ ദ ബിഗിനിങ് എന്ന് പറഞ്ഞത്. ഇൻ ദ ബിഗിനിങ് എപ്പോഴാണ് നമുക്കറിയില്ല, ബൈബിൾ അത് പറഞ്ഞിട്ടില്ല. എപ്പോഴാണ് ഇൻ ദ ബിഗിനിങ് സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഇൻ ദ ബിഗിനിങ് എന്നുള്ള ആ പ്രസ്താവന ഏറ്റവും സയൻറ്റിഫിക് ആണ്. ഒരുപക്ഷെ നമ്മൾ എന്താ പറയുക പിന്നെ നമിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. അത് കാണുമ്പോൾ രോമാഞ്ചം വരണം. ശാസ്ത്രത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ഒരാൾക്ക് ഇതിനേക്കാൾ ബുദ്ധിപരമായ, ഇതിനേക്കാൾ ശാസ്ത്രീയമായ, ഇതിനേക്കാൾ മനസ്സിലാവുന്ന ഭാഷയിൽ ശാസ്ത്രം പറയുന്ന ഒരു പ്രസ്താവനയില്ല. സയൻറ്റിഫിക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും വായിച്ചാൽ ഒരു സ്ഥലവും നമുക്ക് മനസ്സിലാവില്ല. ഫിലോസഫേഴ്സ് പറഞ്ഞ പ്രസ്താവന ഉണ്ട്, അതൊട്ടും മനസ്സിലാവില്ല. വൈ ദർ ഈസ് സംതിങ് റാദർ ദാൻ നത്തിങ് എന്ന് പറഞ്ഞ ലെബനീസ് ഒക്കെ ഉണ്ട്. ഭയങ്കര വലിയ സത്യങ്ങളൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഏത് കൊച്ചു കുഞ്ഞിനും വായിച്ചാൽ മനസ്സിലാവുന്ന, നമുക്കതിൻ്റെ ഒരു അറ്റവും തുമ്പൊക്കെ പിടുത്തം കിട്ടിയില്ല കേട്ടോ, നമുക്ക് മുഴുവൻ മനസ്സിലായിട്ടൊന്നുമില്ല ആർക്കും. എങ്കിലും നമ്മൾ എപ്പോഴും അറിഞ്ഞും അറിയാതെയൊക്കെ പറയുന്ന പ്രസ്താവന അല്ലേ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള ആ പ്രസ്താവന പറയുമ്പോൾ ആമേൻ കർത്താവേ, ഇതിനേക്കാൾ മികച്ച പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന ലോകത്തെവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. ദാറ്റ് ഈസ് റെവലേഷൻ. അത് വെളിപ്പെടുത്തലാണ്. അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് വന്ന കാര്യമല്ല, മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിന് അപ്പുറത്താണ് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോൾ ഈ കോസ്മോളജി നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദർ ഈസ് എ ബിഗിനിങ്. അവർ അതിനെ ബിഗ് ബാങ് എന്ന് വിളിക്കുന്നു. പക്ഷേ ഇന്ന് ശാസ്ത്രം പറയുന്നു ദർ വാസ് എ ബിഗിനിങ്, ഉണ്ടായേ പറ്റൂ, കാരണം യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. അപ്പോൾ അത് തിരിച്ച് റിവേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ ദർ ഇസ് എ പോയിന്റ് ഓഫ് ബിഗിനിങ്, ഒരു തുടക്കമുണ്ട്. അത് ബൈബിൾ ഇൻ ദ ബിഗിനിങ് എന്ന് പറയുന്നു, അവർ അതിനെ പൊട്ടിത്തെറി എന്ന് പറയുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദ ഫൈൻ ട്യൂണിങ് ഓഫ് ദി യൂണിവേഴ്സ്, ഈ പൊട്ടിത്തെറിയിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായല്ലോ. ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ഇതെങ്ങനെ ഇന്നത്തെ നിലയിലായി എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് വലിയ അപ്പർ ഹാൻഡ് ഉണ്ട്. നമുക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും, നമ്മൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സ്, നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമിയും ഈ പ്രപഞ്ചവും ഒക്കെ സോ ഫൈൻലി ട്യൂൺഡ് ഫോർ ഇൻഹാബിറ്റേഷൻ, നമുക്ക് വേണ്ടി അത്രയും കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് ഫിറ്റ് ചെയ്തുണ്ടാക്കിയൊരു ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അതിന് വെറും പൊട്ടിത്തെറി കൊണ്ട്, ആരുടെയും പരപ്രേരണ ഇല്ലാതെ ഉള്ള ഒരു ആരംഭം കൊണ്ട് ഒരിക്കലും വിശദീകരിക്കാൻ പറ്റില്ല.
ഇല്ലെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കുന്നറിയോ? അത് വിശദീകരിക്കണമെങ്കിൽ നമ്മളെക്കാൾ വലിയ വിശ്വാസം വേണം. അതുകൊണ്ടാണ് ഫ്രാങ്ക് ട്യൂറക്കിന്റെ ഒരു പ്രസ്താവനയുണ്ട്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് ഫെയ്ത്ത് ടു ബി ആൻ എത്തിയിസ്റ്റ് എന്ന് പറഞ്ഞു. നിരീശ്വരവാദി ആവാൻ മാത്രമുള്ള വിശ്വാസം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ദൈവവിശ്വാസമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്രയും വിശ്വാസം എനിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു നിരീശ്വരവാദി നമ്മുടെയൊക്കെ 100 ഇരട്ടി വിശ്വാസം ഉണ്ടെങ്കിലേ ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഭൂമി ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വന്നു തരിക, അങ്ങനെ പൊട്ടിത്തെറിച്ച് പറന്നു പോവാണ്. അങ്ങനത്തെ ഈ യൂട്യൂബ് വീഡിയോസ് കണ്ടറിയാം. ഭൂമി ഇങ്ങനെ ടപ്പ് എന്നങ്ങനെ പൊട്ടിത്തെറിക്കുന്നു, ബിഗ് ബാങ് അല്ല ഭൂം എന്ന് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ എന്താ പറയുക, നക്ഷത്രങ്ങളും കഷ്ണങ്ങളൊക്കെ അങ്ങനെ ചെറിയ പോകുന്നു. അങ്ങനെ കാരങ്ങനെ പോയി ഭൂമി അവിടെ കറക്റ്റ് അവിടെ നിന്നു. എവിടെ? ഈ സൂര്യനിൽ നിന്ന് ഇത്ര കൃത്യം കിലോമീറ്റർ ദൂരെ, അടുത്തുള്ള ഗ്രഹങ്ങളിൽ നിന്ന് ഇത്രയധികം അകലം പാലിച്ചുകൊണ്ട് ഭൂമി അങ്ങനെ കൃത്യം അവിടെ നിന്നു. അതിന് ചുറ്റും അങ്ങനെ അന്തരീക്ഷം ഉണ്ടായി വന്നു, ഭൂമിയിൽ ജലമുണ്ടായി, ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി വന്നു. അതൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് ഉണ്ടായി വന്നു. എല്ലാം നിന്നും ജൂപ്പിറ്റർ ഇത്ര ദൂരം അവിടെ. മറ്റതിങ്ങനെ ജൂപ്പിറ്ററിനെ കുറിച്ച് പറയുന്നത് കോസ്മിക് വാക്വം ക്ലീനർ എന്നാണ് പറയണേ. എന്ന് വെച്ചാൽ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന അന്യ സ്ഥലത്ത് നിന്ന് വരുന്ന ഉൽക്കകളും മറ്റു സാധനങ്ങളൊക്കെ പാഞ്ഞു വരുമ്പോൾ ജൂപ്പിറ്ററാണ് സക്ക് ചെയ്യുന്നത്. യൂണിവേഴ്സൽ വാക്വം ക്ലീനറാ സക്ക് ചെയ്യുന്നു. സൈബീരിയയിൽ 1907 അങ്ങാണ്ട് ഒരു ഉൽക്ക വന്ന് വീണിട്ട് 40 മില്യൺ മരങ്ങളാണ് കത്തിപ്പോയത്. 40 മില്യൺ മരങ്ങൾ കത്തിപ്പോയെന്ന് പറഞ്ഞത്. സൈബീരിയ മനുഷ്യനുണ്ടായിരുന്നോണ്ട് ഇല്ലാത്തതുകൊണ്ടൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഒരു ചെറിയ ഉൽക്ക എന്നുവെച്ചാൽ ഈ ഒരു 18 മീറ്ററോ അത്രയും കണ്ടോണ്ട് ചെറിയ ഉൽക്കയാണ്. ആ ഉൽക്ക വന്ന് വീണിട്ട് 40 മില്യൺ മരങ്ങൾ കത്തിപ്പോയി. അപ്പൊ ഈ ഉൽക്കകളൊക്കെ വരുന്ന ഒരു കാര്യമുണ്ട്. ഇതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ജൂപ്പിറ്ററിനെ കൂടെ കൊണ്ടുവച്ചു. നമ്മുടെ ഏറ്റവും അടുത്ത് ചന്ദ്രനെ വെച്ചു. ചന്ദ്രന്റെ മാസിൽ ഒരു ചെറിയ വ്യത്യാസം പോലും വന്നാൽ ഭൂമി നിലനിൽക്കില്ല, ഭൂമിയിൽ ടൈഡ് ഉണ്ടാവില്ല, ഭൂമിയിലെ കാലാവസ്ഥ നിയന്ത്രിക്കപ്പെടില്ല. 23.5 ഡിഗ്രി ചെരിഞ്ഞു നിന്നു. അച്ചുതണ്ട് നേരെയാക്കാൻ വേണ്ടി കുറെ പേർ ശ്രമിച്ചല്ലോ. നേരെ അത്രയും ചെരിഞ്ഞു നിന്നു, ഋതുക്കളുണ്ടായി. ഈ സാധനങ്ങളെല്ലാം വന്നു. ഈ ഭൂമിയിലെ ഓക്സിജന്റെ അളവ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ്, നൈട്രജന്റെ അളവ്, ബാക്കിയുള്ള ഭൂമിയിലെ മെറ്റീരിയൽസിന്റെ സാധനങ്ങൾ, ഈ വായുവിന്റെ സാന്നിധ്യം എല്ലാം അങ്ങനെ പടപടപടാന്ന് പൊടുന്നനവുണ്ടായി അല്ലേ? അത് വിശ്വസിക്കാനാണോ ഒരു ചിന്തിക്കുന്ന, ബുദ്ധിയുള്ള, നന്മ കാക്ഷിക്കുന്ന, സകലത്തിൻ്റെയും ഉടയവനായിട്ടുള്ള ഒരു ദൈവം ഇത് സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കാനാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്? അപ്പൊ അതുകൊണ്ടാണ് ഫ്രാങ്ക് ട്യൂറക്ക് പറഞ്ഞത് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ഫെയ്ത്ത് ടു ബി ആൻ എത്തിയിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ പറയണം, എൻ്റെ സാറ് എന്തോ ഒരു വലിയ വിശ്വാസം ഞങ്ങൾ സമ്മതിച്ചു തന്നിട്ടോ, നിങ്ങളുടെ വിശ്വാസം അപാരം തന്നെ, അതിൻ്റെ ഒരു കുറച്ചെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആരായി പോയേനെ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അവരെ കാണുമ്പോൾ, ഈ കണ്ട മനുഷ്യന്മാരല്ല, ആ മനുഷ്യന്മാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നു സാർ നിങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും വലിയ വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പോൾ ഫൈൻ ട്യൂണിങ് ഓഫ് ദി യൂണിവേഴ്സ്, അങ്ങനത്തെ യൂണിവേഴ്സിന്റെ ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ചുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അത് പക്ഷേ ഒരു എന്താ പറയുക, നമുക്കിപ്പോഴും മനസ്സിലാവാത്ത രീതിയിലുള്ള അത്രയും സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു കാര്യം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതൊരു ക്യാപിറ്റൽ G എന്ന് ഉപയോഗിച്ചാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് പറയുന്നത്. ഭൂമിയുടെ ഒരു എന്താ പറയുക, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്മോൾ g ഉണ്ട്. അതെത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? എന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് ഒരു സാധനം വീണ് കഴിഞ്ഞാൽ ഓരോ മീറ്ററിലും അത് 9.8 എന്ന സ്പീഡിൽ അത് ആക്സിലറേറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. അത് ഏകദേശം എല്ലായിടത്തും ഒരുപോലെയല്ല. പോൾസിൽ കുറച്ച് കുറവും, പോൾസിൽ കുറച്ച് കൂടുതലും, പിന്നെ ഈക്വേറ്ററിൽ കുറവാണ് അല്ലേ? അതാണ് സ്മോൾ g. അതേസമയം യൂണിവേഴ്സിന് മൊത്തമായിട്ടൊരു സാധനമുണ്ട്, ക്യാപിറ്റൽ G. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഒരു ഡെലിക്കേറ്റ് വാല്യൂ ആണ്, വളരെ ഡെലിക്കേറ്റ് വാല്യൂ ആണ്. ഈ വാല്യൂവിൽ ഒരു വളരെ ചെറിയ അംശം എന്ന് വെച്ചാൽ ഒരു കോടികളിൽ ഒരു അംശം മാറ്റിയാൽ ഈ പ്രപഞ്ചം ഉണ്ടാവില്ല, നിൽക്കില്ല. എന്ന് വെച്ചാൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് ആണ് ഈ പ്രപഞ്ചത്തിലെ ഈ നമ്മൾ രാത്രിയിൽ കാണാതെ പോകുന്ന കാഴ്ചയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഒന്ന് ഇടയ്ക്ക് രാത്രി ഒന്ന് പുറത്ത് വന്ന് നോക്കട്ടെ, എന്നിട്ട് കാണാം. ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കണതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എന്ന് വെച്ചാൽ ഈ കോടാനുകോടി സൗരയൂഥത്തിൽ ഉള്ള ഈ നക്ഷത്ര സമൂഹങ്ങളും ഈ നമ്മുടെ ഈ ഭൂമി അടക്കമുള്ള സൗരയൂഥമൊക്കെ ഇതിങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ G എന്ന് പറയുന്നൊരു സാധനമാണ്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് എത്ര കൃത്യമായിട്ട്, വളരെ 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 എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോകുന്നതിൻ്റെ മില്യൺസ് ഒരു പാർട്ട് എന്ന രീതിയിൽ അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. ചെറിയൊരു വ്യത്യാസം വന്നാൽ സംഭവിക്കില്ല, നടക്കില്ല. അതേപോലെ മറ്റൊരുപാട് ഫോഴ്സുകളുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്, ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന സാധനമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെയൊക്കെ വളരെ കൃത്യതയോടുകൂടി ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. ആ ഫൈൻ ട്യൂണിങ്ങിന് ചെറിയൊരു മാറ്റം വന്നാൽ
ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടാവുകയില്ല, ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാവുകയില്ല, ഒരു കാര്യങ്ങളും നടക്കുകയില്ല. അതാണ് ഈ ഫൈൻ ട്യൂണിങ് ഓഫ് ദി യൂണിവേഴ്സ് എന്നതിനോട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ബലവും നമുക്കുണ്ട്, അതിൻ്റെ മുഴുവൻ ശക്തിയും നമുക്കുണ്ട്. അത് നമ്മെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം കോംപ്ലക്സിറ്റി ഓഫ് ദി ലിവിങ് സെൽ എന്ന് പറയുന്ന കാര്യമാണ്. നമ്മുടെ ഒരു ജീവനുള്ള സെല്ല്, ഈ സെല്ലിൻ്റെ സങ്കീർണതകൾ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരു സെല്ലെന്ന് പറയുന്നത് അത്യന്തം സങ്കീർണമായിട്ടുള്ള ഒരു സാധനമാണ്. മൈക്കിൾ ബിഹി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കാത്തലിക് ഒരു സയൻറ്റിസ്റ്റ് ഫിലോസഫറുള്ള ആളുണ്ട്, മൈക്കിൾ ബിഹി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം എഴുതിയതെന്ന് വെച്ചാൽ, ഈ ഡാർവിൻ ഈ സിദ്ധാന്തം കണ്ടുപിടിച്ച സമയത്ത് കോശം എന്താണെന്ന് അറിയില്ലായിരുന്നു, ആളുകൾക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു, എന്താണ് കോശം എന്ന് പോലും അറിയില്ലായിരുന്നു, സെല്ല് എന്നൊരു സാധനം കണ്ടുപിടിച്ചില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം ശരീരം ഉണ്ടാക്കിയിരുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് അറിയാത്തൊരു കാലത്താണ് ഡാർവിൻ ഇത് പറഞ്ഞത്. പിന്നീടാണ് കോശം വന്നത്. ഈ കോശത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് തലയിറങ്ങി വീണുപോയി. കാരണം അത്ര ഗംഭീരമായ കാര്യങ്ങളാണ് ഓരോ കോശത്തിലും നടക്കുന്നത്. അപ്പോൾ ഒരു കോശം പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇന്നേ വരെ. ഒരു കോശത്തിൻ്റെ സങ്കീർണത പോലും പുനർനിർമ്മിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇത്രയധികം ശാസ്ത്രം പുരോഗമിച്ച ഒരു സമയത്ത് പോലും അതിൻ്റെ ഉള്ളിലെ എനർജി പ്രൊഡക്ഷൻ, അതിൻ്റെ ഉള്ളിലെ മൈറ്റോകോൺട്രിയ, ATP സിന്തേസ് മോട്ടർ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ മൈക്കിൾ ബിഹി എന്നിട്ടൊരു കാര്യം പറഞ്ഞ് ഇറിഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായിട്ട് ചേർന്നാലേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ എവല്യൂഷൻ പറയുന്നതനുസരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഒരു കാര്യം ഉണ്ടാകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളൊരു കാറ് മേടിച്ചു തരുക, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കാറ് മേടിച്ചു തരുക, അതിനുള്ളിലത്തെ ഒരു ഫ്യൂസ് പോയാൽ കാർ ഓടില്ല. ഒരു ഫ്യൂസ് പോയാൽ മതി അല്ലേ? എന്ന് വെച്ചാൽ അതിലൊരു 1000, 2000, 5000 ഒക്കെ കമ്പോണൻസ് ഉണ്ടാവും ഒരു കാറിനുള്ളിൽ. ഒരൊറ്റ കമ്പോണൻറ്റ് പോയാൽ ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നൊരു മെഷീൻ, അതിന് 5 കോടി രൂപ വിലയുണ്ട്. അതിൽ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു എറർ വന്നാൽ ഈ സാധനം മുഴുവൻ പോയി. ഒരു സോഫ്റ്റ്വെയർ എററാണ്, ചെറിയൊരു കാര്യമാണ്, ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതേപോലെ എവിടെയെങ്കിലും പോയി ഹിറ്റ് ചെയ്താൽ അത് നിന്നുപോയി. അപ്പോൾ ഒരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യണം, എല്ലാം പൂർണ്ണതയിൽ വർക്ക് ചെയ്യണം. പക്ഷേ ഈ എവല്യൂഷൻ പറയുന്നത് എന്താ? ഇത് ആദ്യം അതിൻ്റെ ഒരു അറ്റം ഉണ്ടായി, പിന്നെ ഒരു കാലം ഉണ്ടായി, മനുഷ്യനുണ്ടായി വന്നപ്പോൾ മനുഷ്യന് ആദ്യം കുരങ്ങനെ പോലെ നിന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, പിന്നെ കൈകൾക്ക് ഇങ്ങനെ വന്നു. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. കണ്ണുണ്ടായത് എങ്ങനെയാണ്? ആദ്യം കുറച്ച് സെല്ലുകൾ വന്നു, പിന്നെ അതിന് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വന്നു, പിന്നെ അതിന് നെർവുകൾ വന്നു. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. ഒരു സിമ്പിൾ ചോദ്യം ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. ഹാർട്ട്, ആർട്ടറീസ്, ബ്ലഡ്, ഈ സാധനങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണല്ലോ, എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. ഹാർട്ട് വേണം, ബ്ലഡ് വേണം, ഇത് പമ്പ് ചെയ്യാനായിട്ട് പോകാനായിട്ടുള്ള രക്തക്കൊള്ളുകൾ വേണം. ഇതിൽ ആദ്യം ഏതാ ഉണ്ടായത്? ഹാർട്ട് ആദ്യം ഉണ്ടായി അല്ലേ? ബ്ലഡ് പമ്പുണ്ടായി. ഓക്കെ. അപ്പോൾ ഈ പമ്പുണ്ടായെങ്കിൽ ഈ പമ്പ് പ്രവർത്തിക്കണമെങ്കിൽ പമ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ പമ്പ് ഫെയിലിയർ ആവും. പമ്പ് എപ്പോഴും ഒരു സാധനം വന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ പമ്പ് ഫെയിലിയർ ആയി പോകും. ഇപ്പോൾ നമുക്കറിയാലോ, വെള്ളം ഇല്ലെങ്കിൽ മോട്ടർ നിന്നു പോകും അല്ലേ? മോട്ടറിൽ എയർ പിന്നെ വർക്ക് ചെയ്യില്ല. മോട്ടർ പ്രൊപ്പൽ ചെയ്യണ്ടേ, ഇത് സാധനം തള്ളിവിടണ്ടേ? എയറിനെ തള്ളിവിടാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഏതുണ്ടായി വേഗം പറ. കാറ്റുണ്ടായോ? കാറ്റുണ്ടായെങ്കിൽ എന്തിനത് പമ്പ് ചെയ്യും? ഇനി പമ്പ് ചെയ്യാൻ രക്തക്കൊള്ളിൽ ഇത് എങ്ങോട്ട് പോകും? തിരിച്ചു വരണ്ടേ? ഇത് കറങ്ങി തിരിച്ചു വരണ്ടേ? ഇത് അല്ലെങ്കിൽ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോയാൽ പോരാ, ഔട്ട്പുട്ട് മാത്രം പോലെ ഇൻപുട്ടും വേണം, ഇൻപുട്ട് ഔട്ടും വേണം. ഈ ഹാർട്ടിൻ്റെ വർക്കിംഗ് മെക്കാനിസത്തിൽ ഒരുപാട് മാത്തമാറ്റിക്സ് ഉണ്ട്, ഭയങ്കര രസകരമായ മാത്തമാറ്റിക്സ്. അതിൻ്റെ പ്രഷറും ഇതിൻ്റെ റെസിസ്റ്റൻസും എല്ലാം ചേർന്ന വലിയൊരു മാത്തമാറ്റിക്കൽ ഫോർമുലാസും ഉണ്ട്. ഈ കാർഡിയാക് സർജൻസിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വലിയ ഈക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. രസകരമായ കാര്യം എന്ന് വെച്ചാൽ പീഡിയാട്രിക് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. വലിയ ഈ ജന്മന ഉണ്ടാകുന്ന കാർഡിയാക് അസുഖങ്ങളൊക്കെ ഉണ്ട്. അതിന് അവർ കുറേ മെഷർമെൻറ്റ്സ് എടുക്കും. മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഈ മെഷർമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് ഒരു ഈക്വേഷൻ ഇട്ട് സോൾവ് ചെയ്തിട്ടാണ് ഇത് ഓപ്പറബിൾ ആണോ എന്ന് പറയുന്നത്, ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് വെച്ചാൽ അത് റെസിസ്റ്റൻസ് കാരണം ഒന്നുകിൽ രക്തക്കൊള്ളു പൊട്ടിപ്പോവും, ഇല്ലെങ്കിൽ പമ്പ് ഫെയിലിയർ പോവും, ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്തമാറ്റിക്സ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരം പറഞ്ഞോ? ഏതാ ആദ്യം ഉണ്ടായേ? അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നുണ്ടാവാനായിട്ട് പറ്റില്ല. ഹാർട്ട് ഉണ്ടാവണം, ബ്ലഡ് ഉണ്ടാവണം, രക്തക്കൊള്ളുണ്ടാവണം, പമ്പിങ് നടക്കണം, ഇതെല്ലാം കൂടെ ഒരു സമയത്ത് നടക്കുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഈ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എലിക്കണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. എലിക്കണി വർക്ക് ചെയ്യണമെങ്കിൽ പെട്ടി ഉണ്ടാക്കി
പിന്നെ അതിന് അടയ്ക്കാനുള്ള അടപ്പുണ്ടാക്കി, പിന്നെ വള്ളി ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വലിച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ. ഇതിലൊരു 3-4 കമ്പോണൻ്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ എലിക്കിന് വർക്ക് ചെയ്യുമോ? അപ്പോൾ ആദ്യം എന്താ പറയുക പെട്ടി ഉണ്ടാക്കി വെച്ചു. പെട്ടി ഉണ്ടാക്കി കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ സ്പ്രിങ് വന്നത്. അങ്ങനെ എലിക്കിന് വർക്ക് ചെയ്യുമോ? ഇല്ല. മാത്രമല്ല ഈ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ചാൽ ഇത് മാറിക്കൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ എന്താ പറയുക എവല്യൂഷൻ്റെ പ്രോസസ്സിൽ ഇതിന് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കാര്യം ഫങ്ഷനിൽ അല്ലെങ്കിൽ നശിച്ചു പോകും, ഫങ്ഷനിൽ അല്ലെങ്കിൽ നിലനിൽക്കില്ല, അത് ആഡ് ചെയ്യപ്പെടില്ല. അതായത് ഒരു ഗുണം നല്ലതാണെങ്കിൽ ഇതിനോട് ചേരുള്ളൂ, അല്ലെങ്കിൽ അത് മാറിപ്പോകും. അപ്പൊ ഇതൊന്നും വർക്ക് ചെയ്യില്ല. സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചാൽ പോലും വർക്ക് ചെയ്യില്ല. എന്നിട്ടാണ് ഇതെല്ലാം നടക്കുന്നു എന്നൊക്കെ ഇവരിങ്ങനെ വിശ്വസിക്കുകയും അതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ലിവിങ് സെൽ ഈസ് സോ കോംപ്ലക്സ്. അതിലെ കാര്യങ്ങൾ ഒരു എന്താ പറയുക യൂറി ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ, 52 നടന്ന ഒരു നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ പറയുക അമിനോ ആസിഡുകൾ കണ്ടുപിടിച്ചു, ഒരു പ്രത്യേക രീതിയിൽ ലബോറട്ടറിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അമിനോ ആസിഡ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അമിനോ ആസിഡും സെല്ലും തമ്മിലുള്ള ദൂരം വളരെ വലിയ ദൂരമാണ്. അത്ര എളുപ്പമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് സെല്ലിലേക്ക് പോകാൻ. പക്ഷെ അമിനോ ആസിഡ് കണ്ടുപിടിച്ചത് ഇനി കണ്ടുപിടിച്ചാൽ തന്നെ പിന്നീട് അവർക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ആ കാര്യം കണ്ടുപിടിച്ചാൽ തന്നെ അത് എവിടെയാണ് ഉണ്ടായത്? വളരെ നിയന്ത്രിതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച ഒരു കൂട്ടം സയന്റിസ്റ്റുകളെ കണ്ടുപിടിച്ചത്, അല്ലാതെ റാൻഡം പ്രോസസ്സിൽ തന്നെ ഉണ്ടായതല്ല, ദൈവമില്ലാതെയും ആരും ഇല്ലാതെ തന്നെ ഉണ്ടായതല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. അതേപോലെ DNA ആൻഡ് ഇറ്റ്സ് ഇൻഫർമേഷൻ, അതും വളരെ വലിയ തെളിവുകളാണ്. കുറേ തെളിവുകൾ പറയാനുണ്ട്, ഞാൻ ചില കാര്യങ്ങൾ എടുത്ത് പറയുന്നേ ഉള്ളൂ. DNA എന്ന് പറയുന്നതാണ് നമ്മുടെ ജനറ്റിക് കോഡ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ സെല്ലുകളിൽ ദൈവം വെച്ചിരിക്കുന്ന ആ ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനം, അത് അത്യന്തം സങ്കീർണവും ഇന്നേ വരെ മനസ്സിലാക്കാൻ സാധിക്കാവുന്ന ഭാഷകളിൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജുമാണ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ലൈക്ക് എ കോഡിങ്. ഇന്ന് കോഡിങ് എന്ന കാര്യം പിള്ളേർക്ക് അറിയാം അല്ലേ? കോഡിങ് എന്താ? കോഡിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് ആണ് കോഡിങ്. കോഡിങ് ചെയ്യുന്ന പിള്ളേരെ കണ്ടല്ലോ അല്ലേ? ഇപ്പോൾ അവർ സ്വന്തമായിട്ട് കോഡിങ് എൻകറേജ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീകോഡിംഗ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്. അപ്പോൾ കോഡിംഗ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. അത് ഇൻസ്ട്രക്ഷനെ കൊടുക്കണമെന്നറിയോ? ലാംഗ്വേജ് ആണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല. നമ്മൾ കേട്ടാൽ തെറിയാൻ തോന്നും. നമ്മൾ ഈ എന്താ പറയുക, പിന്നെ ഈ വാട്സാപ്പിലൊക്കെ തെറി എഴുതാൻ വേണ്ടിയിട്ട് തെറി എഴുതണ്ട, കുറേ ചിഹ്നങ്ങളെ കാണിച്ച് തെറി എഴുതുന്നില്ലേ? എന്നുവെച്ചാൽ എനിക്ക് കുറേ പറയാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുറേ ചിഹ്നങ്ങളെ കാണിച്ചിട്ട് ഒരു വട്ടത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പച്ചത്തെറിയാണ് എന്ന് പറയുന്നതല്ലേ. ഈ വണ്ടി പോകുമ്പോൾ ലൈറ്റ് അടിക്കില്ലേ ചിലപ്പോൾ, ബസ്സുകാരൊക്കെ ഓപ്പോസിറ്റ് പോകുമ്പോൾ കാണിക്കാം. അപ്പോൾ പറയും ഇത് അച്ഛനെ വിളിക്കുന്നതെന്ന് പറയും എന്ന് പറഞ്ഞാലേ അത് ഒരു പറയാതെ പറയുന്നൊരു ഭാഷ പോലെ. എന്ന് വെച്ചാൽ കോഡിങ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഈ കോഡിങ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ചെയ്യുന്ന, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ ഈ DNA എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ വളരെ സങ്കീർണമായ കോഡിംഗ് ആണ്. കാരണം അതിൻ്റെ സങ്കീർണതയുടെ പ്രത്യേകത എന്നറിയോ? അതിന് 4 ആൽഫബറ്റ്സേ ഉള്ളൂ. 4 ആൽഫബറ്റ്സ്. ഇംഗ്ലീഷിൽ 26 ഉണ്ട്, മലയാളത്തിൽ നമുക്കൊരു 100 കിട്ടിയാലും പോരായിരുന്നു. എന്നിട്ട് 51 56 ഒക്കെ പറയുന്നുണ്ട്. പണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്താ പറയുക ആശാന 1 പഠിച്ചാൽ കുട്ടി 51 പിഴയ്ക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഭാഷ എന്നുള്ളതിൽ ഈ ആൽഫബറ്റ്സിൻ്റെ എണ്ണം കൂടുന്തോറും നമുക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ട്, കൂടുതൽ നമുക്ക് ഫ്രീഡത്തോടെ ചെയ്യാം. എണ്ണം കുറയുമ്പോൾ എന്തെന്ന് വെച്ചാൽ സങ്കീർണത കൂടി. കാരണം 4 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഒരു ബുക്ക് എഴുതണമെങ്കിൽ 4 അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അക്ഷരങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം? ഈ അക്ഷരങ്ങൾക്ക് അതിൽ തന്നെ പ്രത്യേകതയില്ല. അതായത് ഏറ്റവും രസം, ACTG ഈ സാധനങ്ങൾക്ക് അതിൽ തന്നെ ഒരു പ്രത്യേകതയില്ല. അതിൻ്റെ പൊസിഷനാണ്, അതിൻ്റെ കോമ്പിനേഷനാണ്. അത് എയും ടിയും ചേരുമ്പോൾ ഒന്ന്, എയും സിയും ടിയും ചേരുമ്പോൾ വേറൊന്ന്, അങ്ങനെ ആ കോമ്പിനേഷൻസ് മാറ്റിയാണ് ലാംഗ്വേജ് ഉണ്ടാക്കിയത്. അത് അത്യന്തം സങ്കീർണം, നമ്മുടെ എന്താ പറയുക മൈൻഡ് ബ്ലോയിങ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ബുദ്ധിയെ പൊട്ടിച്ച് കളയുന്ന രീതിയിൽ അത്രമാത്രം സങ്കീർണമായിട്ടുള്ള ഒരു ഭാഷയാണ് DNA. ഒരു ഇൻഫർമേഷൻ ഗീവർ ഇല്ലാതെ, ഒരു ബുദ്ധി ഇല്ലാതെ ഒരിക്കലും ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഇൻഫർമേഷൻ ഒരിക്കലും തന്നെ ഉണ്ടാവാനായിട്ട് അസാധ്യമാണ്. കാരണം സേത്തി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ അത് മാറിയിട്ട് എന്താ പറയുക, വേറൊരു പേരുണ്ടല്ലോ, എന്നുവെച്ചാൽ അമേരിക്ക, നാസ കൂടി വേറെ കുറേ രാജ്യങ്ങൾ കൂടി ചെയ്ത പരിപാടിയാണ്. ഈ സ്പേസിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് എന്നൊരു സംഭവമുണ്ട്. വലിയ റേഡിയോ ടെലിസ്കോപ്പുകൾ അങ്ങനെ ആകാശത്തേക്ക് തിരിച്ചു വെച്ചിട്ട് പ്രപഞ്ചത്തിൻ്റെ 4 അതിരുകളിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കോടാനുകൂടി ചെലവഴിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ രാപ്പകൽ ഇല്ലാതെ വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നേ വരെ ഒരു അർത്ഥപൂർണമായ ലൈൻ അവർക്ക് കിട്ടിയിട്ടില്ല, നോയിസ് അല്ലാതെ. നോയിസുകൾ നമ്മൾ കേട്ടില്ലേ, ഇങ്ങനെ മൈക്ക് കൂകുന്നതാണ് നോയിസ്. ഇപ്പം കേട്ടില്ലേ, കുറച്ച് മുമ്പ് കേട്ടില്ലേ?
ആ സാധനം അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന്മാരെ സുഖമാണോ എന്ന് ചോദിച്ചിട്ട് ഒരു അന്യഗ്രഹ ജീവി നമ്മളോട് കലോ പറഞ്ഞിട്ടില്ല. ഇന്നേ വരെ കിട്ടിയിട്ടില്ല. കോടാനുകോടി ഡോളറുകൾ ചെലവഴിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഒരു ശ്രമമാണ്. ഇൻഫർമേഷൻ ക്യാൻ കം ഓൺലി ഫ്രം എ പേഴ്സൺ. ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ വരികയുള്ളൂ, ആശയങ്ങൾ വരികയുള്ളൂ. ഇല്ലെങ്കിൽ കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കും. അങ്ങനത്തെ കുറേ സാധനം കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് പറയുന്നത് നക്ഷത്രങ്ങളുടെ കരച്ചിലൊക്കെയാന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ കരയുന്നു, ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ അങ്ങനെ ഒന്നിൻ്റെ അപ്പുറത്തോടെ വേറെ നക്ഷത്രങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ പറയണൊക്കെ ശബ്ദമൊക്കെയാന്ന് പറയുന്നത്. എന്തൊക്കെയോ ഇലക്ട്രോണിക് നോയ്സാണ് കേൾക്കണേ. അതൊക്കെ കേൾക്കുന്നത്. അല്ലാതെ ഒരു വിവരവും ഇന്നേ വരെ വന്നിട്ടില്ല. വിവരം വന്നിട്ടുണ്ട്. എബ്രായ ലേഖനം 1 ഇത് പറയുമ്പോൾ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചക മുഖാന്തരം സംസാരിച്ചിട്ട് അന്ത്യകാലത്ത് പുത്രനോടെ സംസാരിക്കുന്നത്. അത് വിവരമാണ്, അത് ഇൻഫർമേഷനാണ്. അതിന് ലാംഗ്വേജ് ഉണ്ട്, ബോധമുണ്ട്. അത് വായിച്ച ആളുകൾക്ക് ബോധം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എന്തൊക്കെയോ നമുക്കുണ്ട് എന്ന് മനസ്സിലായില്ലേ? നമ്മൾ അത്ര മോശക്കാരൊന്നുമല്ല. ഇവരുടെ മുമ്പിൽ അങ്ങനെ ഷ്രിങ്ക് ചെയ്ത് അയ്യോ ഇവരുടെ മുമ്പിലേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന മട്ടിൽ നമ്മളങ്ങനെ ചുരുങ്ങി ആളില്ലാതായി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ ബുദ്ധി അപാരമാണെന്ന കാര്യം നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം അവരുടെ വിശ്വാസവും ഗംഭീരം തന്നെയാണ്. അത്രയും വിശ്വാസം ഞങ്ങൾക്കില്ല. അതിനേക്കാൾ കുറഞ്ഞ വിശ്വാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റി എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ.